എൻ്റെ പേര് ജേക്കബ് ജോർജ്. ഞാൻ ശരിക്കും ഒരു തിരുവല്ലക്കാരനാണെന്ന് പറയാം. തിരുവല്ലയിലല്ല, തിരുവല്ലയിൽ നിന്ന് കോഴഞ്ചേരിക്ക് പോകുന്ന വഴി പത്തനംതിട്ട ജില്ലയിലെ പുല്ലാട് എന്ന ഒരു ഗ്രാമത്തിൽ, കൊച്ചു ഗ്രാമം, ഇപ്പോഴും ഗ്രാമമൊക്കെയാണ്, അവിടെയാണ് ജനിച്ചത്. സ്കൂളൊക്കെ കൊച്ചു പള്ളിക്കൂടത്തിൽ. എനിക്ക് ആശാൻ കളരിയിലൊക്കെ പഠിച്ചു. ഞാൻ എഴുത്തൊക്കെ പഠിച്ചത് ആശാൻ കളരിയിലാണ്. എന്നെ അടുത്ത വീട്ടിലെ ഒരു ആശാൻ പഠിപ്പിച്ചു. പിന്നെ പുല്ലാട് ആദ്യം പഠിച്ചത് മാർത്തോമ MT LP സ്കൂൾ. അവിടെ വീട്ടിൽ നിന്ന് ഇച്ചിരി നടന്നു പോയാൽ മതി. അത് കഴിഞ്ഞ് പുല്ലാട് SV ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ പഴയ ഒരു സ്കൂളാണ്, ശ്രീ വിവേകാനന്ദ ഹൈസ്കൂൾ. അവിടുത്തെ ഞങ്ങളുടെ നാട്ടിലെ പുല്ലാട്ടെ ഗ്രാമത്തിലെ ഒരു പ്രസിദ്ധമായ വരിക്കണ്ണാമല വൈദ്യൻ, ആ വൈദ്യൻ കുടുംബത്തിൻ്റെ അവരൊരു സ്കൂളുണ്ടാക്കിയതാണ്. അതിൻ്റെ ഒരു അന്നത്തെ കാലത്തൊരു വിപ്ലവമുണ്ട്. ഞങ്ങളുടെ പുല്ലാട്ടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു സർക്കാർ സ്കൂളുണ്ട്. അവിടെ ഈ അധകൃത വിഭാഗക്കാർക്ക് പ്രവേശനം കൊടുക്കില്ല. അവർ പ്രതിഷേധിച്ച് അഡ്മിഷൻ മേടിക്കാൻ വേണ്ടി ശ്രമം നടത്തി. അത് കൊടുത്തില്ല. അപ്പോൾ നായർ സമുദായക്കാരായ വരിക്കണ്ണാമല കുടുംബം, ആ കുടുംബത്തിലെ വരിക്കണ്ണാമല വൈദ്യൻ ഇവിടെ ഒരു സ്കൂള് സ്ഥാപിക്കണം. അതാണ് അതിൻ്റെ പിന്നാമ്പുറം കേട്ടോ. ഇപ്പോഴൊക്കെ ഓർക്കുമ്പോഴാണ് ഇത് രോമാഞ്ചം കൊള്ളുന്ന സംഭവമായിട്ട് നമ്മുടെ ചരിത്രം ഓർമ്മയിൽ വരുന്നത്. അങ്ങനെ സ്ഥാപിച്ചത് സ്കൂളാണ്. ആ സ്കൂളിൻ്റെ പേര് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂൾ. അവർ കുടുംബത്തിൻ്റെ പേരിട്ടില്ല. അതാണ് അതിൻ്റെ ഏറ്റവും സുന്ദരമായ കാര്യം. SV ഹൈസ്കൂൾ. പക്ഷെ സാമാന്യം വലിയ സ്കൂളാണ്, മലയാളം മീഡിയം. ഞാൻ അവിടെ 7ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞ് 8ാം ക്ലാസ് മുതൽ 8, 9 ക്ലാസ്സുകൾ ഞാൻ മാരാമൺ, പുല്ലാട്ട് നിന്ന് നടന്നും പല ദൂരമേ ഉള്ളൂ, 2 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ ഓടിയും നടന്നും ഒക്കെ അങ്ങ് പോവും. മാരാമൺ ഹൈസ്കൂൾ, അത് മലയാളം മീഡിയമാണ്. പിന്നീട് എൻ്റെ പിതാവ് PC ജോർജ്, അമ്മയുടെ പേര് കുഞ്ഞമ്മ ജോർജ്. PC ജോർജ് സാർ എന്നാണ് നാട്ടിൽ അറിയപ്പെടുന്നത്. പ്രസംഗകനൊക്കെ ആയിരുന്നു. അദ്ദേഹം സ്കൂൾ അധ്യാപകനാണ്, ഹൈസ്കൂൾ അധ്യാപകൻ, മലയാളം. അദ്ദേഹം പഠിപ്പിക്കുന്നത് കോഴഞ്ചേരി സെൻറ് തോമസ് ഹൈസ്കൂളിലാണ്. 10ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് എന്നെ അവിടേക്ക് മാറ്റി. അതാണ് എൻ്റെ സ്കൂൾ. പിന്നീട് പ്രീ ഡിഗ്രി കോഴഞ്ചേരി സെൻറ് തോമസ് ഹൈസ്കൂൾ, സെൻറ് തോമസ് കോളേജ്, കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജ്. അത് കഴിഞ്ഞ് BSc ഉണ്ടല്ലോ, കെമിസ്ട്രി. അതാണ് രസകരമായ കാര്യം. പ്രീ ഡിഗ്രിക്ക് ആദ്യത്തെ തവണ എല്ലാ വിഷയവും ഒന്നും കിട്ടിയില്ല. ഉഴപ്പ് ആണ് പ്രധാനം, പഠിത്തമൊക്കെ സെക്കൻഡറിയാണ്. അപ്പോൾ പക്ഷെ രണ്ടാമത് എഴുതിയപ്പോഴത്തേക്ക് കണക്കുൾപ്പെടെ ഭയങ്കര മാർക്ക്. ഫസ്റ്റ് വരുന്നേ കണക്കുൾപ്പെടെ ഭയങ്കര മാർക്ക്, നല്ല മാർക്ക്. അപ്പോഴത്തേക്ക് വലിയ ഒരു പ്രയാസവും ഇല്ലാതെ കെമിസ്ട്രിക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ എൻ്റെ അപ്പൻ പറഞ്ഞു, വിടാ BSc കെമിസ്ട്രി എടുക്കണം, കെമിക്കൽ എഞ്ചിനീയറിങ്ങിനൊക്കെ പോകണം. എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് BAക്കൊക്കെ പോകാനായിരുന്നു താല്പര്യം. വിട്ടില്ല. അപ്പം കെമിസ്ട്രി, അന്നൊക്കെ പിതാക്കന്മാരാണ് നിശ്ചയിക്കുന്നത് ഇവിടെ പഠിക്കണം പിള്ളേർ എന്നൊക്കെ. പിന്നെ ഫാദറാണെങ്കിൽ, എൻ്റെ പിതാവാണെങ്കിൽ സ്കൂൾ അധ്യാപകനും. അങ്ങനെ ഞാൻ BSc കെമിസ്ട്രി പഠിച്ചു. 2ാം വർഷം ഇംഗ്ലീഷിനും മലയാളത്തിനും ക്ലാസ് കിട്ടി. 3ാം വർഷം കെമിസ്ട്രി BScക്ക് ഒക്കെ കഷ്ടിച്ചൊക്കെ ജയിച്ചു. പിന്നെ കെമിസ്ട്രി മുന്നോട്ട് പഠിക്കാൻ പറ്റുകയില്ല. പക്ഷേ തിരുവല്ല അമൃതമ കോളേജിൽ എനിക്ക് MAക്ക് അഡ്മിഷൻ കിട്ടി. ഈ സെക്കൻഡ് ഇയറിലെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് കൂടുതലായിരുന്നതുകൊണ്ട് അതിൻ്റെ പേരിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഈ സമയത്തൊന്നും ഞാനൊരു നല്ല വിദ്യാർത്ഥി ആയിരുന്നില്ല. പിന്നീട് MAക്ക് അഡ്മിഷൻ കിട്ടി തിരുവല്ല മാർത്തോമ കോളേജിൽ. അത് കഴിഞ്ഞപ്പം എന്താണ് ജോലി എന്നുള്ളതൊരു വിഷയമാണ്. അത് കഴിഞ്ഞപ്പോഴേ മലയാള മനോരമ വലിയൊരു പരസ്യം. അന്ന് ഞങ്ങളുടെ നാട്ടിൽ രസകരമായ കാര്യമാണ്,
ഞങ്ങളുടെ നാട്ടിൽ മനോരമയാണ് പത്രം, വേറെ ഒരു പത്രവും ഇല്ല. പത്രം എന്ന് പറഞ്ഞാൽ മനോരമ. ചിലർ കോഴഞ്ചേരി, തിരുവല്ല എന്നൊക്കെ പറയുന്ന ഒരു ക്രിസ്ത്യൻ ബെൽറ്റാണ്. അല്ലെങ്കിൽ തന്നെ എല്ലാ സമുദായങ്ങളും വളരെ സൗഹാർദ്ദത്തോടു കൂടി കഴിയുന്ന ഒരു പ്രദേശമാണ്. ഒരു പ്രശ്നമില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട്, അവിടെ കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ വന്നു ഞാൻ BSc പഠിക്കുന്ന സമയത്ത്. ഞാൻ വിചാരിച്ചു, ഇവിടെ എന്തിനാ പോലീസ് സ്റ്റേഷൻ എന്ത് ജോലി ഉണ്ടാവും ഇവിടെ? അവിടെ ഒന്നും അങ്ങനെ അക്രമങ്ങളില്ല, മോഷണമൊന്നുമില്ല. എല്ലാവരും വളരെ സൗമ്യമായിട്ട് കഴിയുന്നു, സാഹചര്യത്തോടുകൂടി കഴിയുന്നു, സ്നേഹത്തോടെ കഴിയുന്നു, അടിയും പിടിയൊന്നും അങ്ങനെയൊന്നും ഇല്ല. പിന്നെ കുറേ പ്രായമായവർ കള്ള് ഷാപ്പിൽ നിന്ന് കള്ളും കുടിച്ചിട്ട് രാത്രിയിൽ പാട്ടൊക്കെ പാടിപ്പോവും. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു അനാർക്കി എന്ന് പറയാൻ. അങ്ങനെ പോലീസ് സ്റ്റേഷൻ വന്നു. പുല്ലടങ്ങനെ ഒരു വലിയ സർക്കാർ ആഫീസ്, പ്രധാനപ്പെട്ടൊരു സർക്കാർ ആഫീസ് വരികയാണ്. അപ്പം ഞങ്ങളുടെ മർത്തോമ സഭ, ഞാൻ മർത്തോമ സഭക്കാരാണ്. തിരുവല്ലയിലെ ഒരു പ്രധാന ക്രൈസ്തവ സഭയാണ് മർത്തോമ സഭ. അപ്പം ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട തിരുമേനിയാണ് വലിയ തിരുമേനി എന്നറിയപ്പെടുന്ന ക്രിസോസ്റ്റം തിരുമേനി. ക്രിസോസ്റ്റം തിരുമേനി കുമ്മനാട്ട് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു NRI ബ്രാഞ്ച് തുടങ്ങിയപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് തിരുമേനിയാണ്. തിരുമേനിയുടെ പ്രസംഗം ഇങ്ങനെയാണ്: ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്തുമാത്രം ബാങ്കുകൾ, വലിയ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ. എൻ്റെ ചെറുപ്പത്തിലെ ഇവിടെ ആകെ കൂടി ഒരു സർക്കാർ സ്ഥാപനമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ കാണുന്നൊരു മയിൽക്കുറ്റി. അത് ഒറിജിനൽ ഹ്യൂമറിൻ്റെ ആളാണ് ക്രിസോസ്റ്റം തിരുമേനി. പ്രശസ്തനാണ്, ലോക പ്രശസ്തനാണ്. നമ്മുടെ രാഷ്ട്രീയക്കാർക്കും കേന്ദ്രത്തിലെ ഗവൺമെൻറ്റിലെ രാഷ്ട്രീയ നേതാക്കൾക്കാണെങ്കിലും കേരളത്തിലെ നേതാക്കന്മാർക്കാണെങ്കിലും ഒക്കെ പ്രിയങ്കരനായ നേതാവാണ്. അദ്ദേഹത്തിന് നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, അങ്ങ് വിശാലമായ ബന്ധങ്ങൾ. അപ്പോൾ അതേപോലെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പോലീസ് സ്റ്റേഷൻ വരുന്നു. ഞാൻ തിരുവല്ല മർത്തോമ കോളേജിൽ ചേരുന്നു. അവിടെ കഴിഞ്ഞിട്ട് മനോരമ പത്രം വായിച്ചാണ്, നമ്മൾ സ്കൂൾ മുതലേ വായിക്കും. 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോയപ്പോഴും ഞാൻ രാവിലെ പത്രം എടുത്തൊന്ന് വായിക്കുക. എൻ്റെ പിതാവിനോട്, എടാ പരീക്ഷ ചെയ്യുന്ന ഓടാ, ചുമ്മാ എന്തെന്നാ ഇത് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്കങ്ങനത്തെ ഒരു ആ ലെവലിലേക്ക് പത്രം വായനൊരു വലിയ ഹരമായി എനിക്ക്. വാർത്ത വായിക്കുക. എൻ്റെ പിതാവിന് രാഷ്ട്രീയമൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ ഫാദർ ഇങ്ങനെ കൂട്ടുകാരോടൊക്കെ വർത്തമാനം പറയുമ്പോൾ ഞാൻ ഒളിഞ്ഞിരുന്ന് കേൾക്കും. രാഷ്ട്രീയമൊക്കെ അന്ന് ചെറിയ വീടൊക്കെ അല്ലേ, കേൾക്കാം. അങ്ങനെയൊക്കെ കേൾക്കും. ഒരു RV സാറ്, എബ്രഹാം സാറ് എന്നൊക്കെ പറയുന്ന കുറേ സാറന്മാർ, ഒരു രാമകൃഷ്ണപിള്ള, അദ്ദേഹമൊക്കെ വീട്ടിൽ വരും. അവരൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കും. അതൊക്കെ ഞാൻ എല്ലാം രാഷ്ട്രീയമൊക്കെയാണ്. അങ്ങനെ പക്ഷെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഒരു ചായ്വ് കാണിച്ചില്ല. കോഴഞ്ചേരി കോളേജിൽ വെച്ചും ഒക്കെ ചെറിയ ചെറിയ രാഷ്ട്രീയമൊക്കെ ഉണ്ടെന്നല്ലാതെ കാര്യമായിട്ട് ഒന്നും ഉണ്ടായില്ല. മനോരമ അപ്പോൾ ക്ഷണിച്ചപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയോടെ അപേക്ഷിച്ച് അവരെന്നെ ടെസ്റ്റ് എഴുതാൻ വിളിച്ചു. ടെസ്റ്റ് എഴുതാൻ വിളിച്ചപ്പോൾ ഞാൻ ഉത്സാഹത്തോടു കൂടി പോയി എഴുതി. മനോരമ പത്രം വായിച്ചാൽ സാധാരണ ഇതുപോലെയുള്ള എല്ലാ ടെസ്റ്റുകളും പാസ്സാകാൻ പറ്റും. അതാണ് ഞാൻ അന്ന് പഠിച്ചത്. ടെസ്റ്റ് പാസ്സായി, നല്ല നിലയിൽ പാസ്സായിട്ടുണ്ടാവണം. കാരണം അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് ചെന്നു. അപ്പം KM മാത്യുക്കുട്ടി ചായൻ ഉണ്ട്, തോമസ് ജേക്കബ് സാറുണ്ട്. തോമസ് ജേക്കബ് സാറിന് പിന്നീട് ഞാൻ എൻ്റെ ഒരു വലിയ അടുത്ത, എൻ്റെ ഗുരുവിനെ പോലെ ഞാൻ കണക്കാക്കുന്ന പ്രസ് അക്കാദമി ചെയർമാനൊക്കെ ആയിരുന്നു. എനിക്ക് വലിയ സന്തോഷവും ബഹുമാനവും സ്നേഹവും ആദരവും ഒക്കെയുള്ള ഒരാളായിട്ടും വളർന്നു മാറി. തോമസ് ജേക്കബ് സാറ് ഞങ്ങളുടെ വീടിന്, എൻ്റെ നാടിനടുത്ത് ഇരവിപേരൂർ എന്നൊരു സ്ഥലമുണ്ട്. ആ പ്രദേശത്തുകാരനാണ്. അതായത് തിരുവല്ലയിൽ നിന്ന് കിഴക്കോട്ട് കോഴഞ്ചേരിക്ക് പോകുന്ന വഴിക്ക് ആദ്യമാണ് ഇരവിപേരൂർ. അവിടെ ശങ്കരമംഗലം എന്നൊരു വലിയ കുടുംബമുണ്ട്, ആ കുടുംബക്കാരനാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമായി. നല്ല കൊള്ളാം, നല്ല ഇൻ്റർവ്യൂ എന്നൊക്കെ വിചാരിച്ചു. തോമസ് ജേക്കബ് സാർ ഇറങ്ങി വന്ന് എന്നോട് പുല്ലാട്ട് എവിടെ വീട് എന്നൊക്കെ ചോദിച്ചു. ഒരു കൊച്ചു വർത്തമാനം ഒരല്പം. അപ്പോഴാ അഭിമുഖത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു
തോമസ് ജേക്കബ് സാർ. അദ്ദേഹം അപ്പം ഞാൻ വിചാരിച്ചു വലിയ സന്തോഷമായി, എനിക്കും ജോലി കിട്ടും ഉറപ്പായി. പിറ്റേ ദിവസം മുതലേ ഞാൻ രാവിലെ സൈക്കിൾ എടുത്തുകൊണ്ട്, അന്നത്തെ ഏറ്റവും വലിയ വാഹനം സൈക്കിളാണ്, സൈക്കിളും എടുത്തുകൊണ്ട് പുല്ലാട് പോസ്റ്റ് ഓഫീസ് പോവും. അവിടെ ചെന്നാൽ നേരത്തെ കത്ത് കിട്ടും. നമുക്ക് കത്ത് വല്ലതും ഉണ്ടെങ്കിൽ അവിടുത്തെ സോർട്ട് ചെയ്യുന്ന അവസരത്തിൽ തന്നെ നമ്മുടെ കയ്യിലോട്ട് തരും. ഞാൻ ചെന്ന് എന്ന് നോക്കും, ഒന്നുമില്ല. പക്ഷെ 3-ാം ദിവസം മനോരമയിൽ നിന്നാണ് ലെറ്റർ ഹെഡിൽ അവരുടെ കവറിൽ കത്ത് വന്നു. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ MA ക്ലാസ്സിൽ തിരുവല്ല മാർത്തോമ കോളേജിൽ അവിടെ വലിയ മിടുക്കരി പിള്ളേരാണ്, ഞാനിന്ന് അത്ര മിടുക്കനൊന്നുമല്ല. നമ്മുടെ മിടുക്കരി പെമ്പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ജോലി കിട്ടാൻ ഇങ്ങനെ അപേക്ഷ അയച്ചുകൊണ്ടിരിക്കുക. എനിക്കിത് കിട്ടിക്കഴിഞ്ഞു. ഞാനൊറ്റ നിമിഷം അങ്ങനെ ചിന്തിച്ചു. നമ്മൾ അഹങ്കാരമൊക്കെ അങ്ങ് പെരുത്തു, കൊച്ചു ചെറുക്കനല്ലേ. നോക്കിയപ്പോൾ ആദ്യം കണ്ട വാക്ക് റിഗ്രറ്റ്. We regret to inform you that. അയ്യോ, എന്തോ ഒരു നിരാശയാ. ആദ്യത്തെ ജോലിക്കുള്ള അപേക്ഷ. അത് കഴിഞ്ഞ് പിന്നെയും മനോരമ വായിക്കുന്ന നിർത്തിയില്ല. മനോരമ വായിക്കും, വേറെ പത്രമൊന്നും ഞങ്ങളുടെ ഇവിടെ ഇല്ല, കിട്ടത്തില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ ട്യൂട്ടർ കോളേജ് പഠിപ്പിക്കും കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ് പഠിപ്പിക്കാൻ, പിള്ളേരെ പഠിപ്പിക്കും. ട്യൂട്ടർ കോളേജുണ്ട്, അവിടെയൊക്കെ പോയി പഠിപ്പിച്ച് അങ്ങനെ ഇരുന്ന് ഒരു ദിവസം എൻ്റെ അച്ഛൻ, എടാ മനോരമയിൽ ഒരു വാർത്ത കിടക്കുന്നു, കേരള യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അവിടെ ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് തുടങ്ങിയിരിക്കുന്നു, ആദ്യത്തെ ബാച്ച്, അപേക്ഷ ക്ഷണിക്കുക, നീ നോക്ക്. ഇപ്പം കുഞ്ഞൊരു വാർത്ത, തലസ്ഥാന വിശേഷം അതിനകത്തെങ്ങാണ്ടുള്ളതാണ്. കേരള സർവകലാശാല ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിൽ കോഴ്സുകൾ തുടങ്ങുന്നു, MJ ഡിഗ്രി, മാസ്റ്റേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. എനിക്ക് ആവശ്യമായി. ഇത് തന്നെ നമ്മുടെ എല്ലാം മനോരമയ്ക്ക് എഴുതിയിട്ട് കിട്ടിയില്ല, ഇത് തന്നെയാണ് നമ്മുടെ ഫീൽഡ്. ഞാൻ വെച്ച് പിടിച്ചൊരു അപേക്ഷയൊക്കെ അയച്ചു. അപേക്ഷ അയച്ച് ടെസ്റ്റിന് വിളിച്ചു. ഞാൻ വന്ന് ടെസ്റ്റ് എഴുതി. ഞാൻ ആദ്യമേ പറഞ്ഞു മനോരമ വായിച്ചാൽ മതി കൃത്യമായിട്ട്, ജേർണലിസം ടെസ്റ്റ് എന്തും പാസ്സാകാൻ പറ്റും. അത് കൃത്യമായിട്ട് വായിക്കണം. അന്ന് TVR ഷേണായുടെയൊക്കെ ലേഖനം നമ്മളിങ്ങനെ ആവേശത്തോടുകൂടിയാണ് വായിക്കുന്നത്. എന്ന് വെച്ചാൽ മനോരമ ആദ്യം ഒന്ന് വായിച്ച് അരച്ച് കലക്കി കുടിക്കുമായിരുന്നു, അത് മതി. പിന്നെ കുറച്ച് ഇംഗ്ലീഷിലാണ് ടെസ്റ്റ് എല്ലാം. അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതാൻ കഴിയണം. അതും നമ്മൾ പിന്നോക്കക്കാരനാണ്, പിന്നോക്ക സ്ഥലത്ത് നിന്ന് മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടൊക്കെയാണ് വരുന്നത്. പിന്നെ ആ കൂടി ഉള്ളൊരു കൈമുതൽ ഇംഗ്ലീഷ് MA കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാനപ്പോൾ ഒരു ശ്രീകാര്യത്ത് ഒരു SN പാരലൽ കോളേജ്, അവിടെ ഒരു ജോലിയൊക്കെ കിട്ടി, കുറച്ച് ശമ്പളമൊക്കെ ഉണ്ട്. അവിടെ BA പ്രീ ഡിഗ്രി കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനൊക്കെയുള്ള ട്യൂഷനാണ്. അത് കൂടുതലും നല്ല പിള്ളേരാണ്, നല്ല അത്യാവശ്യം കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കുള്ള ട്യൂഷനാണ്. ട്യൂഷനും പാരലൽ കോളേജ് തന്നെയാണ്. പിന്നെ പരാജയപ്പെട്ടവർക്കുള്ളതുമുണ്ട്. ഞാൻ ശ്രീകാര്യത്ത് ലയോള സ്കൂളിൻ്റെ എതിർവശത്തൊരു ദേവി ടൂറിസ്റ്റ് ഹോം, അവിടെ മുറിയൊക്കെ എടുത്ത്, ചെറിയൊരു മുറി എടുത്ത് താമസിക്കുന്നു. അപ്പോൾ ടെസ്റ്റ് എഴുതിയിട്ട് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ അഡ്രസ്സ്, വീട്ടിലോട്ട് പോയിട്ട് അഡ്രസ്സ് ഇങ്ങോട്ട് റീഡയറക്റ്റ് ചെയ്ത് എന്തോ ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയ നോട്ടിഫിക്കേഷൻ വരുന്നത്. കേരള സർവകലാശാലയുടെ ഓൺ IGS ഒരു കവറിൽ വരുന്നു, MJ കോഴ്സിന് അഡ്മിഷൻ, ആകെ 15 സീറ്റാണ്. 15 സീറ്റിൽ 15ാമത്തെ സീറ്റ് എനിക്ക്. അതാണ് എൻ്റെ ആ ഭാഗ്യത്തിൻ്റെ ആ ഒരു ഔന്നത്യം അവിടെയാണ്. അപ്പം 15ാമത്തെ സീറ്റ്. അപ്പോൾ കുറേ ചില മുതിർന്ന മാധ്യമ പത്രപ്രവർത്തകരൊക്കെ ഉണ്ട് തിരുവനന്തപുരത്ത്. അവർക്കും കൂടി ഒരു കോട്ട കൊടുക്കണം എന്നൊരു ആവശ്യം ഉയർന്നു. കേരള സർവകലാശാല അതിന് സമ്മതിച്ചു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് 5 സീറ്റോടെ, 5 അല്ല 6 സീറ്റോളം കൂട്ടി. അപ്പോഴാണ് MV തോമസ്
പത്തനാപുരം സ്വദേശിയാണ്. പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് സ്കൂളിലെ അധ്യാപകനായിരുന്നു, മലയാള അധ്യാപകനാണ്. അദ്ദേഹം അവധി എടുത്ത് വരാൻ തയ്യാറായിട്ട് ഇവിടെ വരുന്നു. അങ്ങനെ ജോയിൻ ചെയ്തു. എം.വി. തോമസ് സാറ് വന്നു. മാക്സൽ ഫെർണാണ്ടസ് ആണ് ഞങ്ങളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. അക്കൂട്ടത്തിൽ B.S. ശശിഭൂഷൺ നായർ. ശശിഭൂഷൺ നമ്മുടെ കഥാകൃത്ത് S.V. വേണുഗോപൻ നായരുടെ അനുജൻ ആണ്. അതേപോലെ നിയമസഭാ സെക്രട്ടറി ആയിരുന്ന ഉണ്ണികൃഷ്ണൻ നായരുടെ ജ്യേഷ്ഠനാണ്, സഹോദരനാണ്. അങ്ങനെ കുറേ പേര്. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ M.V. ജയകുമാർ, ശശിഭൂഷൻ്റെ പേര് ഞാൻ പറഞ്ഞു, K. സുഭാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ വിദ്യാർത്ഥി ബാച്ചാണ്. ജേക്കബ് K. ഈപ്പൻ ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും ചെറുപ്പക്കാരനായിരുന്നു. അതിൽ സങ്കടകരമായൊരു കാര്യം, ഞങ്ങൾക്ക് ശ്രീകുമാർ എന്നൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, മിടുക്കൻ, ബ്രില്യൻറ്റ്. അദ്ദേഹം അകാലത്തിൽ മരിച്ചു. പിന്നെ ഞങ്ങളുടെ കൂടെ അശോക് ദാമോദരൻ, RKV മോട്ടോഴ്സ് ആ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അശോക് പിന്നീട് എൻ്റെ കൂടെ ഇന്ത്യ ടുഡേയിൽ ഡൽഹിയിൽ ജോലി ചെയ്തു. ഇന്ത്യ ടുഡേ എനിക്ക് തോന്നുന്നു ഇന്ത്യ ടുഡേയിലെ ഇംഗ്ലീഷ് റൈറ്ററായിരുന്നു. ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് എഴുതാൻ കഴിയുന്ന പ്രഗത്ഭനായ ഒരാളായിരുന്നു ഇന്ത്യ ടുഡേയിലെ. മുതിർന്ന ലെവലിലേക്ക് വരെ ഉയർന്ന അശോക് ദാമോദരൻ. പിന്നെ സങ്കടകരമായ വേറൊരു കാര്യം, ശ്യാം കെ നായർ. അയ്യോ, നല്ല സൗമ്യനായൊരു ചെറുപ്പക്കാരൻ. നീല ഉടുപ്പേ ഇടത്തുള്ളൂ. നീല ഉടുപ്പും കറുത്ത പാൻറ്റും, സ്ഥിരം വേഷമാണ്. നല്ല രസമായി ഇംഗ്ലീഷ്, നല്ല മനോഹരമായ ഇംഗ്ലീഷ്. പിന്നീടൊരു റെഞ്ചി എബ്രഹാം, കവടിയാർ സ്വദേശി. ഈ ശ്യാം കെ നായർ ഇത് പഠിച്ചു കഴിഞ്ഞ ഉടനെ അദ്ദേഹം പിന്നീട് നടന്നൊരു സംഭവമാണ്, ഹിന്ദുസ്ഥാൻ ടൈംസിൽ ജോലി കിട്ടി സബ് എഡിറ്ററായിട്ട്. ഞാനപ്പോഴത്തേക്കും മാതൃഭൂമി കയറി. കുറേ വർഷങ്ങൾക്ക് ശേഷം നടന്ന കാര്യമാണ്. മാതൃഭൂമി കയറി. ഞാൻ മാതൃഭൂമിയിൽ ഇങ്ങനെ രാത്രി ഡെസ്കിലിരുന്നപ്പോൾ, ഡെസ്കിലെ പ്രധാനപ്പെട്ട ജോലി നമ്മുടെ ടെലിപ്രിൻ്ററിലാണ് പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്. മാതൃഭൂമിയിൽ ഞങ്ങളിത് കമ്പി എഴുതുക എന്ന് പറയും. കമ്പി ഇങ്ങനെ തർജ്ജമ ചെയ്ത് മുറിച്ച് എഡിറ്റർമാരാരെങ്കിലും കൊണ്ടുത്തരും. നമ്മളത് സോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഡൽഹി ജേർണലിസ്റ്റ് കിൽഡ് ഇൻ മോട്ടോർ ആക്സിഡൻറ്റ് എന്നൊരു വാർത്ത. ഞാൻ നോക്കി, ജേർണലിസ്റ്റില്ല. നോക്കിയപ്പോഴത്തേക്ക് എന്താ അറിയോ, ശ്യാം കെ നായർ. 30 വയസ്സ് പോലും ഇല്ല അദ്ദേഹത്തിനെന്ന്. അദ്ദേഹം രാത്രി ജോലി കഴിഞ്ഞിട്ട് ഹിന്ദുസ്ഥാൻ ടൈംസിൽ നിന്ന് മോട്ടോർ സൈക്കിൾ ഓടിച്ച് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുമായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു ട്രക്ക് ഇടിച്ച് മരണമടഞ്ഞു. വളരെ വേദനയോടെ വിറയ്ക്കുന്ന കൈയോടെ ഞാൻ തന്നെയാണ് ആ ചരമ റിപ്പോർട്ട് അന്ന് മാതൃഭൂമി രാത്രിയിലിരുന്ന് എഴുതി രാത്രി എഡിഷനിൽ തന്നെ ചേർത്തത്. പിന്നീട് 2 പെൺകുട്ടികൾ, രേഖ, VS ഉഷ. രേഖ പിന്നീട് ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപികയായി. ഉഷ പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഉഷ IAS എഴുതാൻ വേണ്ടി കുറേ ശ്രമം നടത്തി. പക്ഷേ IAS കിട്ടിയില്ല. പിന്നീട് ഉഷ അമേരിക്കയിലേക്ക് പോയി. ഉഷ ഇപ്പോൾ അവിടെ അമേരിക്കയിൽ വലിയ ഉദ്യോഗത്തിലാണ്. ഞങ്ങളുടെ ആദ്യ ബാച്ച് എല്ലാവരും ഇപ്പോഴും ബഹുമാനിക്കപ്പെടുന്ന ബാച്ചാണ്. ഞങ്ങളുടെ ആദ്യ ബാച്ചിലെ ഞങ്ങളുടെ അലുമിനി സംഘടന വളരെ ശക്തമാണ്. K. സുഭാഷ് പിന്നീട് അവിടെ പ്രൊഫസറായി. ശശിഭൂഷൺ നായർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ, സുഭാഷ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പ്രവർത്തിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു ശശിഭൂഷൺ നായർ. പിന്നീട് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു. അദ്ദേഹത്തിന് ഇവിടെ നെയ്യാറ്റിൻകരയാണ്. ഞാൻ ശശിഭൂഷണും തമ്മിൽ വ്യക്തിപരമായിട്ട് വളരെ സൗഹൃദത്തിലായിരുന്നു. സുഭാഷ്, ജേക്കബ് K. ഈപ്പൻ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ ഗോപാലകൃഷ്ണൻ, G. ഗോപാലകൃഷ്ണൻ. PRD ഡെപ്യൂട്ടി സ്പെഷ്യൽ ഡയറക്ടർ വരെ ആയി ഉയർന്ന ആൾ. അന്നേ അദ്ദേഹം PRDയിലായിരുന്നു. അദ്ദേഹത്തിനൊരു പാരലൽ കോളേജ് ഉണ്ടായിരുന്നു കണിയാപുരത്ത്, ദീപ്തി പാരലൽ കോളേജ്. എന്നോട് പറഞ്ഞാ നീ അങ്ങോട്ട് വാ, അവിടെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ജേർണലിസത്തിന് പഠിക്കുമ്പോൾ കാര്യവട്ടത്തു നിന്ന് കുറച്ചേ ഉള്ളൂ, കുറച്ചല്ല, കണിയാപുരം വരെ പോകാൻ. ബസ് കയറി അവിടെ പോകും. ഗോപാലകൃഷ്ണൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കും. അവിടെയും ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിത്തമൊക്കെ ആയിട്ട് പോയി. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കുള്ള ഒരു
ഒരു എത്തിനോട്ടം അവിടെയാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ. അന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ ടെലിവിഷനൊന്നുമില്ല. ലോകത്തെങ്ങും ടെലിവിഷൻ വന്നിട്ടേ ഇല്ല. 77, 79 ഞങ്ങളുടെ ആദ്യ ബാച്ചിൻ്റെ സമയം. 1977, 79. കാര്യവട്ടം 650 ഏക്കർ സ്ഥലമാണ് അന്ന് ഏറെക്കുറെ. ഞങ്ങളന്ന് വിദ്യാർത്ഥികൾ 650 പേര് വരും. അതായത് ഒരാൾക്ക് 1 ഏക്കർ സ്ഥലമുണ്ട്. പക്ഷേ എല്ലാം കാട് പിടിച്ച് കിടക്കുന്നു. അതിനകത്ത് അരുവിയുണ്ട്, അരുവികളുണ്ട്, ഇങ്ങനെ വെള്ളം ഒഴുകുന്ന തോടുകളുണ്ട്, കുറുക്കന്മാർ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നെ ഇങ്ങനെ പടർന്ന് പന്തിച്ച് കിടക്കുക. അപ്പം ഞാൻ 2ാം വർഷം ആയപ്പോഴത്തേക്ക് നമ്മുടെ ലിംഗ്വിസ്റ്റിക്സിൽ റിസർച്ച് ചെയ്യായിരുന്ന മനു പറഞ്ഞു, എടാ നീ ഇലക്ഷന് നിൽക്കണം, ജനറൽ സെക്രട്ടറി. അന്ന് ഇടതുപക്ഷ സംഘടനകൾ ഒരു USF എന്നൊരു മൂവ്മെൻ്റ് ഉണ്ടാക്കി. ഞാൻ മത്സരിച്ചു സെക്രട്ടറിയായിട്ട്. അപ്പോൾ ചെയർമാനായിട്ട് പ്രിയദാസ് ജി മംഗലാത്ത്. പ്രിയദാസ് അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ MA സെക്കൻഡ് ഇയർ. ഞാൻ ജേർണലിസം 4ാം സെമസ്റ്റർ. ജേർണലിസം 4ാം ഡിപ്പാർട്ട്മെൻറ്റിൽ ജേർണലിസത്തിലെ സെമസ്റ്റർ അനുസരിച്ചാണ്. പ്രിയദാസ് ആണെങ്കിൽ അയ്യപ്പ മണിക്കരുടെയൊക്കെ പ്രിയ മാനസ പുത്രരാണ്. പ്രിയദാസ് ചെയർമാൻ, ഞാൻ ജനറൽ സെക്രട്ടറി. അപ്പോൾ ആദ്യമായിട്ടൊരു ലക്ഷണയുക്തമായ ഒരു യൂണിയൻ അവിടെ കടന്നു വരികയാണ്. നമ്മളിത്തിരി ബഹളവും അലമ്പുമൊക്കെ ഉണ്ടാക്കി. ഞങ്ങളുടെ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അത്ര കുറേ തല്ലിപ്പുള്ളിലൊക്കെ ആയിരുന്നു. എല്ലാവരും കുറേ നല്ലപോലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഊട്ടിയിലൊക്കെ പഠിച്ച ശ്യാം കെ നായരൊക്കെ മറ്റ് വലിയ വലിയ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ട് വന്നതാണ്. RKV, അശോക്, അങ്ങനെയുള്ളവരൊക്കെ. ശേഖർ വലിയൊരു കലാകാരനായിരുന്നു. ഞങ്ങളുടെ ശേഖർ പിന്നീട് നവോദയയുടെ സിനിമകളിലെ ആർട്ട് ഡയറക്ടറായിരുന്നു. ഇപ്പം തിരുവനന്തപുരത്ത് താമസിക്കുന്നുണ്ട്. നമ്മുടെ YWCയുടെ പുറകിലാണ് ശേഖറിൻ്റെ വീട്, തിരുവനന്തപുരത്ത്. നമ്മളിങ്ങനെ ഒരു അനാർക്കി ലൈനിൽ അപ്പോൾ സമരങ്ങളൊക്കെ ഉണ്ടായി. സമരങ്ങൾ വലിയ പ്രശ്നമായിട്ട് മാറി. ഞങ്ങളായിട്ട് സമരം ഉണ്ടാക്കിയില്ല, കുഴപ്പങ്ങളുണ്ടാക്കിയില്ല. പക്ഷേ അതിൻ്റേതായ പ്രശ്നങ്ങൾ, പുറത്തുനിന്ന് ചിലരെ ഹോസ്റ്റലിൽ കയറി ഞങ്ങളെ ആക്രമിക്കാനൊക്കെ വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് ജിയോളജിയിലാണോ സൈക്കോളജിയിലാണോ, ജിയോളജിയിൽ ഒരു നിർമ്മൽ എന്നൊരാളുണ്ട്. ഭയങ്കര കരാട്ടെ വീരനാണ്. അപ്പോൾ പുള്ളി എന്താ ഈ സാധനം ഉണ്ടല്ലോ, ഈ അടിക്കുന്നേ കരാട്ടയ്ക്ക് പ്രയോഗിക്കുന്ന സാധനം, അതുമായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു. നിങ്ങളൊന്നും പേടിക്കണ്ട, നമ്മളൊക്കെ പേടിച്ചിരിക്കുക, പുറത്തുനിന്നുള്ള ഗുണ്ടുകൾ നമ്മളെ ആക്രമിക്കാൻ കയറുമെന്ന്. അവിടെ കാര്യവട്ടമല്ലേ, മതിലൊന്നുമില്ല, ഗേറ്റില്ല. വാർഡൻ ഞങ്ങളുടെ രമേ ഇട്ടേച്ചൻ സാറുണ്ട്, പാവം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കിടന്നുറങ്ങും. അവിടെ ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോഴീ നിർമ്മലിൻ്റെ ബലത്തിൽ കൂടി ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഞരമ്പ് പോലെ ഒരാളാണ്. പക്ഷേ ഭയങ്കര കട്ടയാണ്. ഒന്നും പേടിക്കണ്ട, ഞാൻ ഏറ്റു, ഞാൻ തട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞു. ആ ഒരു ബലത്തിലാണ് ഞങ്ങൾ രാത്രിയിലൊക്കെ കഴിച്ചു കൂട്ടിയത്. അങ്ങനെ ആ കാലഘട്ടം അങ്ങനെ കടന്നു കഴിഞ്ഞ് അങ്ങനെ വന്നപ്പോഴുണ്ടല്ലോ, മാതൃഭൂമിയിലെ ഒരു പരസ്യം വന്നു. ഞാൻ അപേക്ഷിച്ചു. പക്ഷേ അപേക്ഷിച്ചത് കാലാവധി കഴിഞ്ഞു പോയി. ഞാനത് പിന്നെ മൈൻഡ് ചെയ്തില്ല. കാലാവധി കഴിഞ്ഞിട്ടാണ് ഈ അപേക്ഷ അന്ന് മാതൃഭൂമി മനോരമയല്ലേ നമ്മുടെ പത്രം, അതിനു മുമ്പേ നേരത്തെ അയച്ചതാണ്. പക്ഷേ മാതൃഭൂമി പിന്നീട് ഞങ്ങളുടെ പരീക്ഷ കഴിയാറായപ്പോൾ, അവസാനത്തെ സെമസ്റ്റർ കഴിയാറായപ്പം ഒരു പരസ്യം ചെയ്തു. അപ്പോൾ എം ഇ തോമസ് സാറ്, മാഷെന്നാണ് ഞങ്ങൾ എം ഇ തോമസിനെ വിളിക്കുന്നത്. പ്രായമുള്ള ആളാണ് കേട്ടോ. മാഷ് എന്നോട് പറഞ്ഞു, മാതൃഭൂമിയിൽ ഒരു പരസ്യം വന്നിട്ടുണ്ട്, പത്രക്കാരെ വിളിക്കുന്നുണ്ട്, ഒന്ന് അപേക്ഷിക്കാൻ പറഞ്ഞു. ഞാൻ പത്രം എടുത്ത് തപ്പിയെടുത്ത് അപേക്ഷിച്ചു. അപേക്ഷിച്ചപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു. ടെസ്റ്റ് പാസ്സായി. കൊച്ചിയിൽ വെച്ചായിരുന്നു ടെസ്റ്റ്. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കോഴ്സെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം വീട്ടിൽ പോയി. കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഇൻ്റർവ്യൂവിന് വന്നു. ഇൻ്റർവ്യൂ കോഴിക്കോട്ട് വെച്ചാണ്.
ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ബസ് കയറി കോട്ടയത്ത് ചെന്നിട്ട് കോട്ടയത്തു നിന്നൊരു ബസ് കയറിയാണ് കോഴിക്കോട്ട് പോകുന്നത്. അവിടെ ഇറങ്ങി ഏതോ ഒരു ചെറിയൊരു ഹോട്ടലിൽ മുറിയെടുത്ത് രാവിലെ റെഡിയായി ഇൻ്റർവ്യൂവിന് ചെല്ലുന്നു. വി പി രാമചന്ദ്രൻ ആണ്. VPR വളരെ പ്രമുഖനായ പ്രശസ്തനായ പത്രാധിപർ എന്ന് തന്നെ പറയണം. അദ്ദേഹമാണ് അധ്യക്ഷൻ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ. പിന്നീട് ഇവിടെ കൊച്ചി ബ്യൂറോ ചീഫായിരുന്ന ചന്ദ്രേട്ടൻ ഉണ്ട്. ഉത്തമക്കുറുപ്പ് എന്ന് പറയുന്നൊരു മുതിർന്ന ആളുണ്ട്, മുതിർന്ന അസിസ്റ്റൻ്റ് എഡിറ്റർ. BM കോറാത്ത് എന്നൊരു അസിസ്റ്റൻ്റ് എഡിറ്റർ. അത്രയും പേരുണ്ട്. ഇൻ്റർവ്യൂ ഒക്കെ സാമാന്യം നന്നായിട്ട് ഞാൻ ഉത്തരം പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് കുറച്ച് ദിവസത്തിന് ശേഷം എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. MP വീരേന്ദ്രകുമാർ, മാനേജിങ് ഡയറക്ടർ. ഇങ്ങനെ നീണ്ട ഒപ്പാണ് അദ്ദേഹത്തിൻ്റെത്. ഗുരുഗുരാന്ന് MP വീരേന്ദ്രകുമാർ. അങ്ങനെ ഒപ്പിട്ട് എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഓർഡറേ. എൻ്റെ വീട്ടിലെ അഡ്രസ്സിൽ, ശരിക്കും പുല്ലാട് 689548, ആ അഡ്രസ്സിലേക്ക് എൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ, ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന അപ്പോയിൻമെൻ്റ് ഓർഡർ, അതൊരു മാതൃഭൂമിയിലെ അപ്പോയിൻമെൻ്റ് ഓർഡറാണ്. സന്തോഷം പറഞ്ഞറിയിക്കാനാവുന്നില്ല. 1980 ജൂൺ 1 കൊച്ചിയിൽ ന്യൂസ് എഡിറ്ററുടെ മുമ്പാകെ ചേരാനാണ് എഴുതിയിരിക്കുന്നത്. ഞാനപ്പോൾ തന്നെ സമ്മതപത്രം അയച്ചു കൊടുത്തു. ആ സുപ്രഭാതത്തിന് തലേ ദിവസം തന്നെ ഞാൻ 80 ജൂൺ 1 അതിൻ്റെ തലേന്ന് തന്നെ ഞാൻ കൊച്ചി ചെന്നു. അവിടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിനടുത്തുള്ളൊരു ചെറിയ ലോഡ്ജിൽ താമസിച്ചിട്ട് രാവിലെ 10 മണിയാകുമ്പോഴത്തേക്ക് കൊച്ചി കലൂർ ഓഫീസിൽ ചെല്ലുകയാണ്. ചെന്ന് ന്യൂസ് എഡിറ്ററുടെ മുറി ചോദിച്ച് അവിടെ ചെല്ലുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് എൻ്റെ പേര് ജേക്കബ് ജോർജ് പരിചയപ്പെടുത്തിയിട്ട് ഇത് കൊടുക്കുന്നു. പിന്നീട് പറഞ്ഞു, ഇങ്ങനെ മാതൃഭൂമിയിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. KK ശ്രീധരൻ നായർ, ന്യൂസ് എഡിറ്റർ. തലയൊക്കെ കഷണ്ടിയാണ്, ഫുൾ കഷണ്ടി, നല്ല നിറവും നല്ല വെളുത്ത ഷർട്ടും മുണ്ടും, ഒരു ഐശ്വര്യമുള്ള മുഖം, പ്രകൃതം വളരെ കുലീനമായ ഇടപെടൽ, വളരെ വാത്സല്യത്തോടു കൂടി എന്നോട് സംസാരിച്ചു. ശ്രദ്ധയോടുകൂടി ജോലി ചെയ്യണം. എന്നിട്ട് അവസാനം പറഞ്ഞു, നിങ്ങൾ മിടുക്കനായിട്ട് ജോലി ചെയ്താൽ മാതൃഭൂമിയുടെ അസിസ്റ്റൻ്റ് എഡിറ്റർ വരെ ആകാം. അതിൻ്റെ മുകളിലോട്ട് എഡിറ്ററാകാൻ പറ്റത്തില്ല, അസിസ്റ്റൻ്റ് എഡിറ്റർ വരെ ആകാം. അപ്പം ഞാനിതൊക്കെ എടുത്തിട്ട് എഴുന്നേറ്റ് താങ്ക് യു സാർ, എന്നിട്ട് കസേര കാണിച്ചു തന്നു, അവിടെ ഇരിക്കാൻ പറഞ്ഞു. താങ്ക് യു സാർ എന്ന് പറഞ്ഞു. ജേക്കബ് ജോർജ് അവിടെ ഇരി. ഞാൻ വീണ്ടും ഇരുന്നു. അദ്ദേഹം പറയുകയാണ്, എനിക്ക് മനസ്സ് കുളിർത്തു പോയത്, മാതൃഭൂമിയിലേ ആരും സാറെ വിളിക്കത്തില്ല. എന്നോട് പറയുന്നത് ശ്രീധരൻ നായർ, അദ്ദേഹത്തെ കണ്ടാലൊരു വളരെ 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 സീനിയറായ ഒരാളാണെന്ന് വ്യക്തം. തലമുടിയൊന്നുമില്ല, ഉള്ളതെല്ലാം നരച്ച്. ഞാനങ്ങനെ ഇങ്ങനെ നിന്നു. അതെ, എൻ്റെ പേര് ശ്രീധരൻ നായർ, എന്നെ സാറിന്ന് വിളിക്കണ്ട, വിളിക്കരുത്, ശ്രീധരൻ നായരെന്ന് വിളിച്ചാൽ മതി. അതാണ് മാതൃഭൂമിയുടെ ഒരു 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 വലിയ ഞാനപ്പോൾ ഒരു വലിയ ഒരു സത്യം എന്താണ് മാതൃഭൂമി എന്ന് മനസ്സിലാക്കിയത് KK ശ്രീധരൻ നായർ എന്നതിൻ്റെ ആദ്യത്തെ ന്യൂസ് എഡിറ്ററുടെ ആദ്യത്തെ ഈ വാക്കുകളിൽ നിന്നാണ്. മാതൃഭൂമിയിൽ ആരെയും സാർ എന്ന് വിളിക്കത്തില്ല. നോക്കിക്കേ, എഡിറ്ററെ, VPR എഡിറ്ററിനെ വിളിക്കാവൂ, എഡിറ്റർ, അല്ലാതെ VPR സാറേ എന്നൊന്നും വിളിക്കണ്ട. അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. അത് അങ്ങനെയല്ല അതിൻ്റെ ചട്ടമല്ല, എൻ്റെ രീതി അവിടെ അങ്ങനെയാണ്. പിന്നീട് KK മധുസൂദനൻ നായർ എന്നൊരാളുണ്ട്, സീനിയർ ചീഫ് സബൊക്കെയാണ്. അവിടെ N ബാലകൃഷ്ണൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ബ്യൂറോ KS ജോസ്, ബ്യൂറോ ചീഫ് പോലെ ആണ് KS ജോസഫ്. ഞാൻ
MD ആരോ അത് വഴി വന്നപ്പോൾ ഞാനങ്ങ് എണ്ണീറ്റു. നമ്മൾ ചെറുപ്പക്കാരനല്ലേ, കൊച്ചി ഇറങ്ങാനല്ല. അപ്പം മധുസൂദൻ നായർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എഡിറ്ററും MDയും ഒക്കെ അതുവഴി ഇതുവഴിയൊക്കെ പോവും, നമ്മളിതിലൂടെയൊക്കെ പോവും, എണ്ണിക്കരുത്. എണ്ണിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിയിരുന്നാൽ മതി. നമ്മൾ ഓരോ പാഠങ്ങളും മാതൃഭൂമിയുടെ സംസ്കാരത്തിലേക്ക് നമ്മളങ്ങനെ ഇഴുകി ചേരുകയാണ്. ആ സമയത്താണ് തിരുവനന്തപുരം സണ്ണിക്കുട്ടി എബ്രഹാം ഉണ്ടെന്നേരം. എന്നെക്കാളിൽ ഒരു 6-7 മാസം സീനിയറാണ്. സണ്ണിക്കുട്ടി ബ്യൂറോയിലാണ് അന്നേരം. എന്നെ KS ജോസഫ് എനിക്കൊരു ആദ്യത്തെ ദിവസം എന്നെ കൊണ്ടുപോയി, വൈകുന്നേരം പ്രസ് ക്ലബിലൊക്കെ കൊണ്ടുപോയി. ബ്യൂറോ ചീഫാണ്, കൊണ്ടുപോയി പ്രസ് ക്ലബ്ബൊക്കെ കാണിച്ചു തന്നു. എന്നിട്ട് എനിക്ക് താമസിക്കാൻ എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, എവിടെയോ ഒരു സ്ഥലം ശരിയാക്കി തന്നു. KS ജോസഫ് ആദ്യം ഒക്കെ എന്നെ വളരെയധികം ഗൈഡ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു. പിന്നെ N ബാലകൃഷ്ണനും അവരൊക്കെ വലിയ സ്നേഹമാണ് നമ്മളോടൊക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ബാച്ചിൽ 1980 ബാച്ചിൽ എന്നെ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന കാര്യം ഞാൻ പിന്നീട് അറിഞ്ഞു. ഞാൻ മാത്രം. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഒക്കെ ആയപ്പോഴേക്ക് ഞാനിങ്ങനെ ഡെസ്കിൽ ഇരുന്ന് ഓരോരോ ജോലികൾ ചെയ്യുന്നു, തർജ്ജമ ചെയ്യാൻ പഠിക്കുന്നു. പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഈതൾ വിരിയുന്നു. അതിങ്ങനെ ഇംഗ്ലീഷിൽ വരുന്ന ടെലിപ്രിൻ്റർ മെസ്സേജുകൾ PTI, UNI നമ്മൾ തർജ്ജമ ചെയ്ത് ചീഫ് സബ് എഡിറ്റർക്ക് കൊടുക്കുന്നു. അത് ന്യൂസ് എഡിറ്റർ പിറ്റേ ദിവസം അച്ചടിച്ച് വരുന്നു. അങ്ങനെ സംഭവം കൊള്ളാമല്ലോ എനിക്ക് തോന്നി. ഡെസ്കിലാണ്, കൊള്ളാം. കാര്യങ്ങളിങ്ങനെ നമ്മൾ വരുന്ന കാര്യങ്ങളൊക്കെ രാത്രിയിലൊക്കെ ജോലി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ താഴെ പ്രിൻറ്റിങ് ഏരിയയിൽ പോകുന്നു. അപ്പോൾ അവിടെ പ്രസ്സിൽ കമ്പോസിറ്റർമാരുണ്ട്. എല്ലാം അന്ന് ഹാൻഡ് കമ്പോസിംഗ് ആണ്, പഴയ രീതിയിലുള്ള പ്രാകൃതമായ രീതിയാണ്. അവർ മറ്റുള്ള ലോഹ്യത്തിലാവുന്നു. അതിൻ്റെ സൂപ്പർവൈസറുമാരെ സർക്കുലേഷൻ പത്രമായപ്പോഴത്തേക്ക് ഇങ്ങനെ അച്ചടിച്ച് ഇങ്ങനെ വരിവരിയായിട്ട് വരുന്നു. അതൊക്കെ സംഭവമാണ്. അച്ചടിച്ച് വരുന്നു. അത് ഓട്ടോമാറ്റിക്കായിട്ട് കെട്ടുകെട്ടായിട്ട് ഇങ്ങനെ വരുന്നു. കെട്ടുകളിങ്ങനെ മാർക്ക് ചെയ്ത് ഏജൻറ്റുമാരുടെ പേര് ഒക്കെ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അതിലൊട്ടിച്ച് ഡെസ്പാച്ചിലേക്ക് പോകുന്നു. ലോറികൾ വന്നു നിൽക്കുന്നു, ആനുകൾ വന്നു നിൽക്കുന്നു, എല്ലാം കയറിപ്പോകുന്നു. രാത്രിയിലാണ് ഇതെല്ലാം സംഭവം നടക്കുന്നത്. പത്രം ഓഫീസിൽ രാത്രി സംഭവ ബഹുലമാണ്, എല്ലാവരും തിരക്കാണ്. ഇങ്ങനെ യന്ത്രം പോലെയാണ് അവിടെ മനുഷ്യരും ജോലി ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ പത്രം എത്തണം. അതിനുവേണ്ടിയുള്ള നമ്മളിങ്ങനെ അതുമായിട്ട് പതുക്കെ അതിൻ്റെ ഒരു ത്രില്ലും എക്സൈറ്റ്മെൻറ്റും ഒക്കെ അനുഭവിച്ച് ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. അപ്പോഴാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്, NN സത്യവർദ്ധൻ. സത്യേട്ടൻ്റെ ഒരു ഭയങ്കര, നമ്മളൊക്കെ സത്യേട്ടൻ എന്ന് വിളിക്കും. സത്യേട്ടൻ ഒരു ഭയങ്കര സംഭവമാണ്. P രാജൻ അവിടെയുണ്ട്, രാജേട്ടൻ. P രാജൻ ഒരു നീണ്ട തലയൊക്കെ നരച്ച് നല്ല പകിട്ടും പത്രാസും ഒക്കെയുള്ള ഖദർ ഉടുപ്പും ഒക്കെ ഇടുന്ന ഒരു ഭയങ്കര വ്യക്തിത്വമാണ്. വർത്തമാനമൊക്കെ ഭയങ്കര ആധികാരികമായിട്ടാണ്. നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എന്താ. ഒരു കാലത്ത് പരിവർത്തനവാദ പ്രസ്ഥാനത്തിൻ്റെ ഒരു നെടുംതൂണായിരുന്നു P രാജൻ. MA ജോൺ നമ്മെ നയിക്കും എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യങ്ങൾ. അദ്ദേഹം ഒരു രാജേട്ടനൊരു അദ്ദേഹമൊക്കെ ബ്യൂറോയ്ക്കും അതീതനായ ഒരു റിപ്പോർട്ടർ കറസ്പോണ്ടൻ്റാണ്, സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ്. ആ ലെവലിലേക്ക് എത്തുന്ന ആൾ. അപ്പം ബ്യൂറോ വളരെ റിച്ചാണ്. NN സത്യവർദ്ധൻ, സത്യേട്ടൻ ഒരു വശത്ത്, രാജേട്ടൻ ഒരു വശത്ത്, ഇതിൻ്റെ എല്ലാ അപ്പുറത്ത് സാത്വികനായ ഒരു ചന്ദ്രേട്ടൻ ഒരു വശത്ത്. പിന്നീട് മന്മഥൻ എന്നൊരാൾ എന്ന കറസ്പോണ്ടൻ്റ്, സണ്ണിക്കുട്ടി, അവരെല്ലാവരും ഉണ്ട്. LK കൃഷ്ണൻകുട്ടി, അവരൊക്കെ ഉണ്ട് കൊച്ചി ബ്യൂറോയിൽ. രാവിലെ അവരൊക്കെ റിപ്പോർട്ടിങ്ങിന് പോകുന്നു, പ്രസ് ക്ലബിൽ പോകുന്നു, ഓരോ കാര്യങ്ങൾ എഴുതാൻ പോകുന്നു. അപ്പം നമ്മളിങ്ങനെ ഇതെല്ലാം കാണുകയാണ്, പത്രാഫീസിലെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്. ഞാൻ ഡെസ്കിൽ ഉച്ചയ്ക്ക് എന്നാൽ മതി അവിടെ ഇരിക്കുന്നു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ്, 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് സത്യേട്ടൻ വിളിച്ചു. തിരുവനന്തപുരം എഡിഷൻ തുടങ്ങാൻ പോവാണ് മാതൃഭൂമി,
തന്നെ അങ്ങോട്ട് വിടാൻ ഞങ്ങൾ തീരുമാനിച്ചു. അത് വേണുവാണ് അവിടെ ന്യൂസ് എഡിറ്റർ. വേണുവിൻ്റെ കൂടെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു പത്രപ്രവർത്തകന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യവും സൗഹൃദവുമൊക്കെയാണ്. താൻ ധൈര്യമായിട്ട് പോകണം. ഞാൻ പറഞ്ഞു, നമ്മൾ പഠിച്ചത് തിരുവനന്തപുരത്തല്ലേ, എന്നോട് അങ്ങനെ പറയുകയൊന്നും വേണ്ട, ഞാൻ അപ്പോഴേ റെഡി. ഞാൻ പറഞ്ഞു പോകാം, എനിക്ക് ഓർഡർ വരും, അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് വിട്ടു. അപ്പം നമ്മളിങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോകാൻ തയ്യാറാവുകയാണ്. എല്ലാവരോടും ഞാൻ പറഞ്ഞു, എനിക്ക് തിരുവനന്തപുരത്തേക്ക് മാറ്റം ആയിക്കോട്ടെ, ഉടനെ ഓർഡർ വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓർഡർ വന്നു. അങ്ങനെ ഞാൻ അവധിയെടുത്തു. ജോയിനിങ് ടൈമൊക്കെ ഉണ്ട്. വീട്ടിലെത്തി, പുല്ലാട്ടുള്ള എൻ്റെ വീട്ടിലെത്തി. ഇപ്പോഴത്തേക്ക് നമ്മൾ പത്രക്കാരനായിട്ടാണ് വരുന്നത്. നാട്ടിലൊക്കെ അറിയാം ഞാൻ മാതൃഭൂമി കയറി എന്നൊക്കെ. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് എത്തുന്നു. ബസ്സിനോ മറ്റോ കയറി തിരുവനന്തപുരത്ത് എത്തുന്നു. വേണുവേട്ടൻ്റെ മുമ്പിൽ, വേണുക്കുറുപ്പ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. വേണുക്കുറുപ്പ് എന്നാണ് പൊതുവേ അദ്ദേഹം ഞങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്നത്. ഞങ്ങളൊക്കെ ഏറ്റവും ജൂനിയർ കക്ഷികളാണ്. സണ്ണുകുട്ടിയെ അങ്ങോട്ട് മാറ്റി നേരത്തെ തന്നെ. വേണുവേട്ടൻ, ടി വേണുഗോപാലൻ, അദ്ദേഹം ഉണ്ടല്ലോ, അയ്യോ എന്തൊക്കെയാണെന്നറിയോ അദ്ദേഹത്തിൻ്റെ വിജ്ഞാന മേഖലകൾ. ആദ്യം ശുദ്ധമായ ഭാഷ മലയാളം, അതിലെഴുതാൻ നമ്മളോട് പറയും, അതിലേ എഴുതാവൂന്ന് പറയും. അദ്ദേഹം അതിമനോഹരമായ ലളിതമായ ഭാഷ, മലയാള ഭാഷ. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കണ്ടാൽ നമ്മളിങ്ങനെ അതിശയിച്ചു പോകും. അതിങ്ങനെ അങ്ങ് എഴുതിയങ്ങ് പോവാണ്. പക്ഷേ ആ ഒഴുക്കിൻ്റെ അകത്ത് വരുന്നത് ഭയങ്കര അതിസുന്ദരമായ വാക്കുകൾ. മലയാളത്തിൻ്റെ ഭാഷയുടെ ആ സൗന്ദര്യം കാണണം. അത് വേണുവേട്ടൻ്റെ വാക്കുകളിൽ കൂടിയാണ് കാണേണ്ടത്. അങ്ങനെ ഇരുന്നപ്പോൾ വേണുവേട്ടൻ്റെ ഒരു എനർജി തുടങ്ങുന്നത് രാത്രി 8:30-9 മണിയാകുമ്പോഴാണ്. അതുവരെ ഇങ്ങനെ ഒരു സിഗരറ്റൊക്കെ വലിച്ച് ഇങ്ങനെയൊക്കെ നടക്കും. ഞങ്ങളുടെ കൂടെ ഒക്കെ ഇരിക്കും. ഞങ്ങളുടെ കൂടെ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ക്യാബിൻ ഉണ്ട്. അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും ചർച്ചകൾക്കും അവിടെയാണ് ഫോണൊക്കെ ഇരിക്കുന്നത്. മീറ്റിങ്ങുകൾക്കൊക്കെ അവിടെ പോകും. ഇടയ്ക്ക് എല്ലാം കൂടുതൽ സമയം ഞങ്ങളുടെ ഡെസ്കിലൊക്കെ ഇരിക്കും. അന്ന് നമ്മുടെ ഡെസ്കിലേക്ക് പിന്നീട് MG രാധാകൃഷ്ണൻ വരുന്നു, M ഹരികുമാർ. എൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാണ് M ഹരികുമാർ, ജേർണലിസം ക്ലാസ്സിൽ. ഹരി 1-2 വർഷം താമസിച്ചിട്ട്, ഒരു വർഷത്തോളം താമസിച്ചിട്ടാണ് മാതൃഭൂമി കയറിയത്. ജ്യോതിർ ഘോഷ് അതേപോലെ 1 വർഷം കഴിഞ്ഞിട്ട് മാതൃഭൂമിയിൽ നിന്ന് തന്നെ വന്നു. പക്ഷേ മാതൃഭൂമിയിൽ ഞങ്ങളെക്കാൾ ജൂനിയറായിരുന്നു. വന്നു കുറേ. പിന്നീട് TN ഗോപകുമാർ, PS നിർമ്മല, ഒരു ജനാർദ്ദനൻ നായർ, അവരെ മാതൃഭൂമി ട്രിവാൻഡ്രം എഡിഷൻ തുടങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം എടുത്തു. അതുപോലെ G ശേഖരൻ നായർ, മലയങ്കിഴ് ഗോപാലകൃഷ്ണൻ, ഈ 2 പേരെ കൂടി എഡിഷന് വേണ്ടി ഇവിടുത്തെ പ്രധാനപ്പെട്ട റിപ്പോർട്ടർമാരായിരുന്ന 2 പേർ എന്ന നിലയ്ക്ക് മലയങ്കിഴ് ഗോപാലകൃഷ്ണനെയും ശേഖരൻ നായരെയും എടുത്തു. അവരെ ബ്യൂറോയിലേക്ക് തന്നെ നിയോഗിച്ചു. ബ്യൂറോ തിരുവനന്തപുരത്ത് ശാന്തിനഗറിലാണ്. അങ്ങനെ ആ ഒരു കാലഘട്ടം. പിന്നീട് VPR പോകുന്നു, MD നാലപ്പാട് വരുന്നു. നാലപ്പാടിൻ്റെ ഒരു കാലഘട്ടം. ഒരു പക്ഷേ മാതൃഭൂമിയുടെ എന്ന് മാത്രമല്ല, കേരളത്തിലെ ഏത് പത്രത്തിൻ്റെയും ഒരു നല്ല കാലഘട്ടം എടുത്തു പറയാമെങ്കിൽ അത് തന്നെയായിരുന്നു മാതൃഭൂമിയിൽ MD നാലപ്പാടിൻ്റെ ഒരു കാലഘട്ടം. നമ്മളെയൊക്കെ ഉണ്ടല്ലോ അങ്ങ് അഴിച്ചു വിട്ടു. അപ്പോഴത്തേക്ക് ഈ മാതൃഭൂമി തുടങ്ങുന്നത് 1980 നവംബർ 23-ാം തീയതിയാണ്. യേശുദാസാണ് ഒരു പ്രാർത്ഥനാ ഗാനമൊക്കെ ചൊല്ലി പ്രസ് പാതിരായ്ക്ക് ആദ്യത്തെ ഓട്ടം ഓടിക്കുന്നത്, സ്വിച്ച് ഓൺ കർമ്മം നടത്തുന്നത്. അങ്ങനെ ഞങ്ങളെയൊക്കെ MD നാലപ്പാടങ്ങ് അഴിച്ചു വിട്ടു. ഡെസ്കിൽ തന്നെയാണ്, പക്ഷെ നമുക്ക് പോയി സ്പെഷ്യൽ സ്റ്റോറൊക്കെ ചെയ്യാം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എനിക്കന്നേ ബ്യൂറോയിൽ പോകാനാണ് താല്പര്യം. റിപ്പോർട്ടറായെങ്കിലേ നല്ല ജേർണലിസ്റ്റ് ആകാൻ പറ്റൂ എന്നൊരു സങ്കല്പം. ഓടി നടക്കണം. നമുക്കന്നേ എനർജി ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് നിൽക്കുക.
2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കൺഫർമേഷനൊക്കെ കിട്ടി. അപ്പോഴേ ഞാനൊരു SD മോട്ടോർ സൈക്കിളൊക്കെ മേടിച്ചു. പത്രക്കാരനായൊരു മോട്ടോർ സൈക്കിളൊക്കെ വേണ്ടേ, അതൊക്കെ മേടിച്ചു. ലോണൊക്കെ എടുത്തിട്ടാണേ മേടിച്ചു. SD മോട്ടോർ സൈക്കിൾ നല്ല ഗ്ലാമറാണ്. ജ്യോതിർഘോഷുണ്ട്, അപ്പോഴത്തേക്ക് TN ഗോപകുമാറുണ്ട്. ഗോവന് TN ഗോപകുമാറിന് ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിളുണ്ട്. അങ്ങനെ ഇതിപ്പോൾ ഞാനൊരു സംഭവം പറയാം. എന്നെ ബ്യൂറോയിലേക്ക് അയച്ചു. ഞാൻ മാതൃഭൂമി പത്രാധിപരുടെ വിശിഷ്യ MD നാലപ്പാടിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണ്. അന്ന് കേരള സർവകലാശാലയിൽ ഇതുപോലെ സമരം നടക്കുന്ന സമയമാണ്. അന്നും ഇന്നും എന്നും എനിക്ക് വിദ്യാഭ്യാസം രംഗം വളരെ ഇഷ്ടമുള്ള മേഖലയാണ്. അപ്പോൾ ഞാനിന്ന് കേരള സർവകലാശാല സെനറ്റ് വരെ റിപ്പോർട്ട് ചെയ്യാൻ പോകും. അന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അന്ന് സിൻഡിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മഹാരഥന്മാരാണ്. പ്രൊഫസർ C. സഡ്സ്കറിയ, അവിടെ പ്രസംഗങ്ങളൊക്കെ കൂടുതലും ഇംഗ്ലീഷ് ഭാഷയിലാണ്. വലിയ വലിയ പ്രൊഫസർമാർ, അവരൊക്കെയാണ് സിൻഡിക്കേറ്റ് മെമ്പർമാർ. അപ്പോൾ എനിക്കത് വലിയ സന്തോഷമായിട്ട് തോന്നി. കൊള്ളാം, അഭിമാനമാണ്. നമ്മുടെ കേരള സർവകലാശാല ഒരു ചരിത്രവും പാരമ്പര്യവും ഒക്കെയുള്ള ഒരു സർവകലാശാല. അവിടെ സെനറ്റ് ഹാളിൽ പോയി റിപ്പോർട്ട് ചെയ്യുക, സെനറ്റിൻ്റെ അതിൻ്റെ പ്രൊസീഡിങ്സ് റിപ്പോർട്ട് ചെയ്യുക, മാതൃഭൂമിയിലേക്ക് പ്രസിദ്ധീകരിക്കുക, നല്ല രസകരമായ കാര്യം. അങ്ങനെ ഇരുന്നപ്പോൾ TM ജേക്കബാണ് വിദ്യാഭ്യാസ മന്ത്രിയാവുന്നത്. 82-87 കാലഘട്ടം. ഇതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. എൻ്റെ ജീവിതത്തിലെയും എൻ്റെ കരിയറിലെയും ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്ത് TM ജേക്കബിനെതിരെ എഴുതി. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയാണ് TM ജേക്കബ്. ഭയങ്കര മിടുക്കനാണ്, ബ്രില്യൻ്റാണ്. നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ നേതാവ് എന്ന നിലയ്ക്ക് ഞാനൊരു ഒരു നിലപാടുണ്ട് എനിക്ക്. അങ്ങനെ എഴുതിയപ്പം അദ്ദേഹത്തിനെതിരെ ആയിപ്പോയി. അല്ലാതെ വ്യക്തിപരമായിട്ടൊന്നും TM ജേക്കബിനെ കുറിച്ച് എനിക്ക് എതിർപ്പില്ല. എഴുതി കഴിഞ്ഞപ്പോഴേക്ക് അന്ന് കേരള സർവകലാശാലയിൽ +2 സമരം അതുപോലെയുള്ള സമരങ്ങൾ നടക്കുന്നു. പക്ഷേ +2 ആയിരുന്നില്ല ഞാൻ എഴുതിയ വിഷയം. അപ്പോൾ ഒരു ദിവസം TM ജേക്കബിൻ്റെ കൊടിവെച്ച കാർ, മാതൃഭൂമി എന്ന് പറഞ്ഞാൽ നമ്മളെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക്, പഴയ അന്നത്തെ എയർപോർട്ടിലേക്കുള്ള വഴി മിത്രനികേതൻ കെട്ടിടമാണ്. അവിടെ TM ജേക്കബിൻ്റെ കൊടിവെച്ച കാർ വന്ന് നിൽക്കുന്നു. മന്ത്രി ഇറങ്ങി MD നാലപ്പാടിനെ കാണുന്നു. ഞാൻ ശാന്തിനഗറിലെ ബ്യൂറോയിലാണ്. P. സുകുമാരൻ നായർ, PR വാര്യർ, K. പ്രഭാകരൻ ഒക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ലേഖകന്മാർ. MD നാലപ്പാട് വൈകുന്നേരം എന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ജേക്കബ്, യു ലാവ് ടു, അദ്ദേഹം മലയാളം അധികം പറയാറില്ല, യു ആർ എന്നെ വിളിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞാൻ ബ്യൂറോയിലാണ്, വിളിപ്പിച്ചു. എന്നോട് പറഞ്ഞു, ജേക്കബ് നാളെ മുതൽ ഡെസ്കിലാണ് ജോലി ചെയ്യേണ്ടത്. ഞാനൊന്ന് നടുങ്ങി, എന്ത് ചെയ്യണം എന്നറിയാതെ. ഞാൻ പറഞ്ഞു ഓക്കെ എഡിറ്റർ. പോന്നു. പിറ്റേ ദിവസം ഞാൻ ഡെസ്കിൽ പോന്നു. അപ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് ഈ വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ സംസാരമായി, ജേക്കബിനെ ബ്യൂറോയിലേക്ക് മാറ്റി എന്നൊക്കെ. ഞാനൊന്നുമില്ല, ഒന്നും അറിയാത്ത പോലെ നമ്മളോടൊപ്പം ഡെസ്ക്, നമ്മുടെ ഡെസ്കല്ലേ, നമ്മൾ അവിടെയല്ലേ പഠിച്ചത്. വേണുകെട്ടനുണ്ട് അവിടെ ന്യൂസ് എഡിറ്റർ. നമ്മൾ ഉത്സാഹത്തോടുകൂടി ജോലി ചെയ്തു. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും MD നാലപ്പാട് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് എന്നെ വിളിച്ചു. ഞാൻ ചെന്നു. യെസ് എഡിറ്റർ, ഞാൻ പറഞ്ഞു. അപ്പോൾ ജേക്കബ്, യു ഹാവ് ടു മീറ്റ് TM ജേക്കബ് ടുഡേ at 4 o'clock. രാവിലെയാണ് എന്നോട് പറയുന്നത്. അറ്റ് ഹിസ് ഹൗസ്. ഞാൻ പേടിച്ചു പോയി. ഇതെന്തായിരിക്കും? ഞാൻ പറഞ്ഞു, വാട്ട് ഷുഡ് ഐ സേ, വൈ ഷുഡ് ഐ ടെൽ ഹിം എഡിറ്റർ, ഷുഡ് ഐ yield ബിഫോർ ഹിം എന്ന് ഞാൻ ചോദിച്ചു. നോ ജേക്കബ്, യു ഡോണ്ട് ഹാവ് ടു yield ബിഫോർ എനിവൺ, ബട്ട് ടോക്ക് ടു ഹിം ആൻഡ് ലിസൺ ടു വാട്ട് ഹി ഹാസ് ടു സേ. ശരി, ഞാൻ ഇറങ്ങി. മോട്ടോർ സൈക്കിൾ വീണ്ടും TM ജേക്കബിൻ്റെ വീട്ടിലേക്ക്, ക്ലിഫ് ഹൗസിൻ്റെ അടുത്ത്
താഴെ ആയിട്ട് നന്ദൻകോട് അദ്ദേഹത്തിൻ്റെ വീട് തന്നെയാണ്, അത് മന്ത്രി ഭവനമായിട്ട് മാറിയിരിക്കുകയാണ്. ഞാനവിടെ ചെന്നപ്പോൾ ആദ്യം മഹാദേവൻ തമ്പി, അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയും എല്ലാം ആണ്. മഹാദേവൻ നല്ല സുഹൃത്താണ്, നല്ല ബന്ധങ്ങളാണ്. അദ്ദേഹമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ച് കുറേ അവസരം എന്നോട് പറഞ്ഞു, ഏയ്ക്കുബേ നമ്മുടെ മന്ത്രിയെ നിങ്ങൾ ഉപദ്രവിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മുടെ ജോലിയല്ലേ തമ്പി ഇത്, ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ടൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് തമ്പി എന്നെ മന്ത്രിയുടെ ഓഫീസിലേക്ക് ആനയിച്ചു. മന്ത്രി എന്നോട് മന്ത്രി TM ജേക്കബ് എന്നോട് വളരെ അങ്ങേറ്റം, ഞാൻ എന്താണ് ജേക്കബ്, ഇതിനകത്ത് എന്താ തെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, അത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എഴുതിയ വിഷയത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അതിൽ എനിക്ക് തോന്നിയ തെറ്റുകളാണ് ഞാൻ എഴുതിയേക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കുറിച്ച് വെച്ചു. അദ്ദേഹത്തിൻ്റെ വേർഷൻ പറഞ്ഞു, ഞാനത് കുറിച്ച് വെച്ചു. ഞാൻ അന്ന് വൈകിട്ട് അങ്ങ് വീട്ടിൽ പോയി. പിറ്റേന്ന് വീട്ടിൽ പോവുക, ഓഫീസിൽ പോവുക, വട്ടവർ ഞാൻ ചെയ്തു. പിറ്റേ ദിവസം ഞാൻ TM ജേക്കബിന് പറയാനുള്ളത് എഴുതി എഡിറ്ററുടെ മുറി ചെന്നു. അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു. വാട്ട് ഈസ് ദിസ് ജേക്കബ്? ഞാൻ പറഞ്ഞു, I met the minister. He spoke to me at length. അപ്പം ഞാൻ മിനിസ്റ്റർ പറഞ്ഞതെല്ലാം ഞാൻ എഴുതി. അദ്ദേഹത്തിൻ്റെ വേർഷനായിട്ട് ഞാനിവിടെ കൊണ്ടെത്തിരുന്നു, മേശപ്പുറത്ത് വെച്ചു. നോക്കിക്കോണേ, MD നിലപ്പട കത്തെടുത്തു. അത് അദ്ദേഹം മലയാളം അത്ര ഫ്ലുവൻ്റായിട്ട് വായിക്കുകയില്ല. എന്നോട് ചോദിച്ചു, ഇതെന്താണെന്ന് എഴുതിയേക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഇതാണ് ഞാൻ എഴുതിയേക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണ്. വാട്ട് ഈസ് യുവർ സ്റ്റാൻഡ്? ഞാൻ പറഞ്ഞു, I stand by my story editor. അതിനകത്തെനിക്കൊരു മാറ്റവുമില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നെ ഇങ്ങനെ നോക്കി സൂക്ഷിച്ച് അദ്ദേഹം വലിച്ചു കീറി. ഞാൻ എഴുതി കൊടുത്തത് വലിച്ചു കീറി. MD നാലപ്പാട് വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റിലിട്ടു. അതാണ് മാതൃഭൂമിയുടെ പത്രാധിപർ. അതാണ് മാതൃഭൂമിയുടെ ചരിത്രം. അതാണ് നമുക്ക് വേണ്ടി, എന്നെപ്പോലൊരു ജൂനിയർ റിപ്പോർട്ടർക്ക് വേണ്ടി എഡിറ്റർ നിൽക്കുകയാണ്. ഞാൻ പറയുന്നതാണ് ശരി എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാനൊരു പത്രാധിപരുണ്ടെങ്കിൽ എനിക്ക് എന്തും എഴുതാൻ പറ്റും, എനിക്ക് എന്തും എഴുതാനുള്ള ധൈര്യമുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ വിശേഷപ്പെട്ട കാര്യം. പിന്നീട് ഇങ്ങോട്ട് വന്ന ഒരു സംഭവം കൂടി ഞാൻ പറയാം. മാതൃഭൂമിയിലെ ബ്യൂറോയിലിരിക്കുമ്പം ആണ് നമ്മുടെ തിരുവനന്തപുരത്തൊരു പ്രസിദ്ധ കോൺവെൻറ്റിലെ ഭയങ്കര സംഭവബഹുലമായി തിരുവനന്തപുരത്തെ പിടിച്ചു കുലുക്കിയ സംഭവമാണ്. ഒരു പ്രസിദ്ധമായ കോൺവെൻറ്റിലെ ഒരു പെൺകുട്ടിയെ തോൽപ്പിച്ചതിന്, 9ാം ക്ലാസ്സിൽ തോൽപ്പിച്ചതിന് അമ്മ രമണി മേനോൻ ആത്മഹത്യ ചെയ്തു. അമ്മയുടെ പേര് രമണി മേനോൻ, മകളുടെ പേര് വന്ദന മേനോൻ. വന്ദന മേനോൻ്റെ അച്ഛൻ CC മേനോൻ. CC മേനോൻ ISROയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ജോയിൻറ്റ് കൗൺസിൽ CPI സംഘടന അവരുടെ ഒരു പ്രസ് റിലീസാണ് ബ്യൂറോയിൽ വന്നത്. അപ്പം മലയങ്കിഴ് ഗോപാലകൃഷ്ണനല്ലേ കിട്ടിയത്. മലയങ്കിഴ് ഗോപാലകൃഷ്ണൻ എന്നോട് പറഞ്ഞു, ജേക്കബേ, ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തിരിക്കുന്നു, ജോയിൻറ്റ് കൗൺസിലിൻ്റെ പ്രസ് റിലീസാണ്, ചിലപ്പം ജേക്കബ് പോയാൽ പല വാർത്തയും കിട്ടുമായിരിക്കും, നോക്കാൻ പറഞ്ഞു. മലയങ്കിഴ് ഗോപാലകൃഷ്ണനാണ് എനിക്കത് തന്നത്. ഞാനിത് വായിച്ചു നോക്കിയപ്പോൾ ഇതൊക്കെ ഉള്ള ഒരു ആത്മഹത്യ. അതിനകത്ത് മകളെ തോൽപ്പിച്ചതിൽ മനം നൊന്ത് അമ്മ ആത്മഹത്യ ചെയ്തതായിട്ടാണ് വാർത്ത എഴുതിയിരിക്കുന്നത്. ഞാനപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ രാജൻ പൊതുവാളിനെ വിളിച്ചു. പൊതുവാളും ഞാനും കൂടി പൂജപ്പുരയിൽ CC മേനോൻ്റെ വീട് തിരക്കി പോയി. വീട് കണ്ടുപിടിച്ചു. വളരെ വേദനിപ്പിക്കുന്ന രംഗങ്ങളാണ്. ആ മൃതദേഹം, കരയുന്ന അമ്മ, വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന CC മേനോൻ. ഒരു 50-55 വയസ്സ് വരും അദ്ദേഹത്തിന്. ISROയിലെ എഞ്ചിനീയറാണ്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു.
ആ കോൺവെൻറ്റ് സ്കൂളിൽ ട്യൂഷൻ എടുക്കണം. ട്യൂഷൻ എടുക്കാത്ത കുട്ടികൾ സാറന്മാർക്ക് ഇത്തിരി കാശൊക്കെ കിട്ടാൻ വേണ്ടിയായിരിക്കാം. അങ്ങനെ ട്യൂഷൻ എടുക്കാൻ വിസമ്മതിച്ച ഒരു പെൺകുട്ടിയാണ് 9ാം ക്ലാസ്സിൽ നിന്ന് ജയിപ്പിക്കാതിരിക്കുന്നത്. അതിൽ ഹെഡ് മിസ്ട്രസിനെയൊക്കെ പോയി കണ്ട് സംസാരിച്ചിട്ടും പ്രയോജനം ഉണ്ടായില്ല. വീട്ടിൽ വന്നിട്ട് ആത്മഹത്യ ചെയ്യായിരുന്നു രമണി മേനോൻ. ഞാൻ എഴുതി വേണുട്ടോട് പറഞ്ഞു, വേണുട്ട ഇങ്ങനൊരു സ്റ്റോറിയുണ്ട്, ന്യൂസ് എഡിറ്ററോട് പറഞ്ഞു. അങ്ങനെ മാതൃഭൂമി വലിയൊരു വാർത്ത, 1ാം പേജ് മെയിൻ സ്റ്റോറി, എൻ്റെ ബൈലൈൻ. പെൺകുട്ടിയെ തോൽപ്പിച്ചതിൽ മനംനൊന്ത് അമ്മ ആത്മഹത്യ ചെയ്തു. അതാണ് തലക്കെട്ട്. ശരിക്കും തിരുവനന്തപുരത്തെ പിടിച്ചുകുലുക്കിയ ഒരു വാർത്തയായിരുന്നു അത്. മാതൃഭൂമി ഇങ്ങോട്ട് വന്നിട്ട് അധികം കാലമായിട്ടില്ല. മനോരമ വന്നിട്ടില്ല. ആ മനോരമ വന്നിട്ടുണ്ട്, പക്ഷേ മനോരമയേക്കാൾ മുമ്പിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് മാതൃഭൂമി. അതുവരെ കേരളകൗമുദി മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്തെ പത്രം എന്ന് പറയാൻ. മാതൃഭൂമി എങ്ങനെ പിടിച്ചു കയറുന്ന സമയത്താണ് ഈ വാർത്ത വരുന്നത്. ഒരു വലിയ സംഭവമായിരുന്നു. അപ്പം ഞങ്ങളുടെ PC സുകുമാരൻ നായർക്ക് അതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല, അത്തരം സ്റ്റോറികൾ. അദ്ദേഹം TM ജേക്കബ്, R ബാലകൃഷ്ണപിള്ള അവരുടെയൊക്കെ വലിയ സുഹൃത്ത് ബന്ധം, അവരുമായിട്ടൊക്കെ സുഹൃത്ത് ബന്ധമുള്ളയാളായിരുന്നു. PC സുകുമാരൻ ഞങ്ങളുടെ ഒരു വലിയ നേതാവാണ്. ഭയങ്കര ഒരു പ്രത്യേക ജനുസാണ് അദ്ദേഹം. വീരശൂര പരാക്രമി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഉശിരൻ കക്ഷിയാണ്. PC ആണ് നമ്മുടെ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെയൊക്കെ സ്ഥാപകനാണ്. അങ്ങനെ PC സുകുമാരൻ നായർ എന്നോടൊന്നും പറയുകയില്ല, ഒന്നും പറയത്തില്ല അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇങ്ങനെ അകത്തൊരു സംസാരമൊക്കെ ഉണ്ട്. എന്നോട് വേണുവേട്ടനും എഡിറ്ററും ഒക്കെ പറഞ്ഞു പൊക്കോളാൻ. 1ാം പേജ് ഞാൻ എഴുതുന്ന വാർത്തയല്ല, 1ാം പേജ് വരുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയി. കുറേ ദിവസങ്ങൾ സംഘർഷം, സ്കൂളിനെതിരെ വലിയ സമരങ്ങൾ നടക്കുന്നു. ആകെ ഒരു പ്രക്ഷുബ്ധമാണ് തിരുവനന്തപുരം. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം മുഖ്യമന്ത്രി K കരുണാകരൻ TM ജേക്കബുമായിട്ട് സംസാരിക്കുന്നു. ആ സ്കൂളിൻ്റെ അംഗീകാരം റദ്ദാക്കാൻ TM ജേക്കബ് ഓർഡർ ഇടും. അപ്പോഴൊരു പത്രക്കാരൻ, നമ്മളൊക്കെ ജേർണലിസം പ്രൊഫഷണൽ കോഴ്സൊക്കെ കഴിഞ്ഞ് വരുന്നവരല്ലേ, അപ്പോൾ അതനുസരിച്ച് നമുക്കൊരു ക്വാളിറ്റേറ്റീവ് ഒരു വ്യത്യാസം നമ്മുടേതായിട്ടുണ്ടാവണം. അപ്പം എനിക്കറിയാം, എന്നോട് എൻ്റെ ഗുരുക്കന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ആൾക്കാരെ നേരിട്ട് കാണണം. രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും നേരിട്ട് കണ്ട് സംസാരിക്കണം, അവരുമായിട്ട് ബന്ധം ഉണ്ടാക്കണം. ആ ബന്ധങ്ങളിലൂടെയാണ് നമുക്ക് നമ്മുടേതായ വാർത്തകൾ കിട്ടേണ്ടത്. ഞങ്ങളുടെ ബ്യൂറോ ചീഫ് ആയിട്ട് MM വർഗീസ് വരുന്നു, ആലപ്പുഴയിൽ ലേഖനായിരുന്നു. അദ്ദേഹം പറയുന്നു, ജേക്കബേ നിങ്ങളൊക്കെ സ്പെഷ്യൽ സ്റ്റോറീസ് എഴുതിയാൽ മതി, പതിവ് പോലെയുള്ള പത്രസമ്മേളനങ്ങൾക്ക്, പ്രസ് ക്ലബ്ബിലെ പത്രസമ്മേളനം, മറ്റിടത്തെ പത്രസമ്മേളനം, അതൊന്നും പോകണ്ട. അങ്ങനെയാണ് നമ്മളിങ്ങനെ സ്പെഷ്യൽ സ്റ്റോറികൾക്ക് ഇങ്ങനെ പുറകെ പോകാൻ തുടങ്ങി. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്മാർ അവരെ നേരിട്ട് കാണുന്നു, പരിചയപ്പെടുന്നു. അങ്ങനെ ലളിതാംബിക വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയാണ്. ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ ഞാൻ പലതവണ ലളിതാംബികയെ കണ്ടിട്ടുണ്ട്. ലളിതാംബികയാണെങ്കിൽ മാതൃഭൂമിയുടെ ഗൃഹലക്ഷ്മി എന്ന പ്രസിദ്ധീകരണത്തിൽ എഴുതുന്നുണ്ട്. പുതിയ പ്രസ് ഗംഭീരന്മായ ഓഫ്സെറ്റ് പ്രസ് ആയതുകൊണ്ട് ആ പ്രസ്സിലേക്ക് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെയും ഗൃഹലക്ഷ്മിയുടെയും പ്രിൻറ്റിങ് ഇങ്ങോട്ട് മാറ്റി, തിരുവനന്തപുരത്ത് മാറ്റി. അപ്പോൾ ഗൃഹലക്ഷ്മിയുടെ പത്രാധിപ മിസസ് PB ലൽക്കാർ ഇവിടെ വരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ വലിയ സൗഹൃദമാണ്. ഞങ്ങളുടെ അടുത്ത് തന്നെ, ഡെയിലിയുടെ അടുത്ത് തന്നെയാണ് ആഴ്ചപ്പതിപ്പിൻ്റെ ഡെസ്ക്. ഗൃഹലക്ഷ്മി അവിടെയാണ്. അങ്ങനെ ഇരുന്ന് ലളിതാംബികയുമായിട്ടൊക്കെ സൗഹൃദമുണ്ട്. അപ്പോൾ ഞാൻ വല്ലപ്പോഴൊക്കെ പോവും. ഒരു ദിവസം വൈകുന്നേരം ഞാൻ വിചാരിച്ചൊന്നു ലളിതാംബിയെ ഒന്ന് കാണാം വിചാരിച്ചിട്ട് ചെന്നു. ഞാൻ ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട്, എനിക്ക് എപ്പോഴും കയറിച്ചില്ല. ഓഫീസിൽ ചെന്നു. ജേക്കബ് വന്നു. അയ്യോ ജേക്കബ് വന്നു. പുള്ളിക്കാരി ഒന്ന് ഞെട്ടി. ജേക്കബ് ഒരു വലിയ സംഭവം നടന്നു. ചേച്ചി എന്താ ചേച്ചി? മന്ത്രി ഉണ്ടല്ലോ, മറ്റേ കോൺവെൻറ്റിൻ്റെ അംഗീകാരം റദ്ദാക്കി, ഓർഡർ ഇട്ടു, എൻ്റെ കിട്ടി, നമ്മൾ കാണിക്കുക ചേച്ചി. വായിച്ച് കേൾപ്പിച്ചു എന്നെ. വായിച്ച് കേൾപ്പിക്കാൻ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. ചേച്ചി അവിടെ ഇരുന്ന് വായിച്ച് കേൾപ്പിച്ചു. ഞാനിത് എഴുതിയെടുക്കാനൊന്നും പോയില്ല, ചേച്ചിയെ വെറുതെ വിഷമിപ്പിക്കേണ്ടത് ഞാനിങ്ങനെ കേട്ടിരുന്നു. എന്നിട്ട് ഓടി, ഞാൻ ഇറങ്ങി ഓടി മോട്ടോർ സൈക്കിൾ എടുത്ത് മാതൃഭൂമിയിലേക്ക് പോയി. എഴുതി
ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം റദ്ദാക്കി. മാതൃഭൂമിക്കല്ലേ ക്രെഡിറ്റ്? നമുക്ക് വലിയ വാർത്തയാണ് എന്തൊക്കെ പറഞ്ഞാലും. മെയിൻ സ്റ്റോറി വീണ്ടും ഒന്ന് ഓർക്കണേ. പിറ്റേ ദിവസം ഞാൻ മാതൃഭൂമി ഓഫീസിൽ ശാന്തിനഗറിലെ ബ്യൂറോ ചെയ്തപ്പോഴത്തേക്ക് ഫീസ് എന്ന് പറയുന്നത് എന്നെ കണ്ട് ഇറങ്ങി വരുന്നു. എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു. എടാ, ഇങ്ങനെ വേണം, നമ്മളൊരു സ്റ്റോറി എടുത്താൽ അതിൻ്റെ അന്ത്യം കണ്ടിട്ടേ മാറാവൂ. എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് അഭിനന്ദിച്ച്, ഓ ഭയങ്കരം. ഇതാണ് ഞാൻ മാതൃഭൂമിയുടെ പാരമ്പര്യത്തെക്കുറിച്ച്, അതിനകത്ത് ജോലി ചെയ്യുന്നതിൻ്റെ സുഖത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്, അഭിമാനത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. അങ്ങനെ അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ കടന്നു. അവസാനം 89 എനിക്ക് മദ്രാസിലേക്ക് സ്ഥലം മാറ്റം വന്നു. അവിടെ PS ജോസഫായിരുന്നു അവിടുത്തെ ലേഖകൻ. PS ജോസഫിന് ഇന്ത്യ ടുഡേ മലയാളം എഡിഷൻ തുടങ്ങുന്നു. മദ്രാസിലാണ് അച്ചടിക്കുന്നത്, മലയാളം, തമിഴ്, തെലുങ്ക് ഈ ഭാഷകളിൽ. അപ്പോൾ എല്ലാത്തിനും കൂടി ഒരു വലിയ കെട്ടിടം എടുത്തിട്ട് എല്ലാത്തിൻ്റെയും ഡെസ്ക് അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അപ്പം എനിക്കിത്തിരി വിഷമമായി, എന്നാലും പോകാം എന്ന് വിചാരിച്ചു. അവിടെ ചെന്നു കഴിഞ്ഞപ്പം വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു മുറിയാണ്. 3 or 4 കസേരയുണ്ട്. അത് കൂടി സുഖകരമായ അന്തരീക്ഷമായിരുന്നില്ല. അവിടെ ബ്യൂറോ, ജോസഫൊന്നും ഇല്ലായിരുന്നു അവിടെ, വേറെ ആരണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാനവിടെ ജോയിൻ ചെയ്തു, സ്റ്റോറികളൊക്കെ എഴുതി. ആ സമയത്ത് എന്നോട് രമേശ് മേനോൻ, തിരുവനന്തപുരത്തെ ഇന്ത്യ ടുഡേ കറസ്പോണ്ടൻറ്റ്, എന്നെ വിളിച്ച് ചോദിച്ചു, ജയിക്കുമ്പേ ഇന്ത്യ ടുഡേ ചേരാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പേര് കൊടുക്കാം, ഒരു ബയോഡേറ്റ എഴുതി അയക്കാൻ പറഞ്ഞു. ഞാൻ വിശദീകരിച്ചൊരു ബയോഡേറ്റ കുത്തിയിരുന്ന് എഴുതി. ഞാൻ എഴുതിയ പത്ര കട്ടിങ്ങും എല്ലാം കൂടെ വെച്ചിട്ട് രമേശിന് അയച്ചു കൊടുത്തു. രമേശ് അത് എഡിറ്റർക്ക് അയച്ചു കൊടുത്തു. ഇന്ത്യ ടുഡേ പ്രഭു ചവളയാണ് എഡിറ്റർ. അവിടെ ചെല്ലുന്നു. അപ്പം ഞാൻ മദ്രാസിന്. അപ്പോൾ ഒരു ദിവസം പ്രഭു ചവള അവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. എന്നെ വിളിച്ചൊരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി. അപ്പം ജയിക്കും മദ്രാസിലായിരിക്കില്ല നിയമനം, നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് പോകണം, ബ്യൂറോയുടെ ചുമതലയാണ്, ബ്യൂറോ ആണ്, കേരളം മുഴുക്കിയാണ് നിങ്ങളുടെ ഏരിയ, അവിടെയാണ് നോക്കേണ്ടത്. ഞാൻ പറഞ്ഞു അതാ എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്വീകരിച്ചു. അപ്പോഴത്തേക്ക് 1989 നവംബർ, ഡിസംബർ ആ മാസങ്ങളിലാണ്. ഡിസംബറിലെ 89 ഡിസംബറിലെ ഒരു ദിവസം പ്രഭു ചവള തിരുവനന്തപുരത്ത് എത്തുന്നു. എത്തിയിട്ട് അപ്പോഴത്തേക്ക് രമേശ് മേനോനും ഞാനിടയ്ക്ക് മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്ത് വരും. രമേശ് മേനോനും ഞാനും വലിയ സുഹൃത്തുക്കളായി. ഭാര്യ ഗീത, അങ്ങനെ ഒരു മോനെ, അങ്ങനെ ഞങ്ങളെല്ലാം ഞങ്ങൾ പുറത്തു പോകും, ഞങ്ങൾ വലിയ കൂട്ടായി. രമേശ് മേനോൻ തിരുവനന്തപുരത്ത് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. അങ്ങനെ മലയാളിയാണെങ്കിലും പുറത്താണ് പഠിച്ചതൊക്കെ. രമേശ് മേനോൻ നല്ലൊരു ജേർണലിസ്റ്റാണ്, നല്ലതായിട്ട് കാര്യങ്ങൾ ഗവേഷണം ചെയ്ത് മനസ്സിലാക്കി പഠിക്കാൻ ശേഷിയുള്ള ആളാണ്. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം വളർന്നു. അങ്ങനെ രമേശ് മേനോൻ്റെ വീട്ടിൽ പ്രഭു ചവള വന്നു. ഒരു ദിവസം പൂജപ്പുരയ്ക്ക് പോകുന്ന വഴിക്ക് ആണ് താമസിക്കുന്നത്, ഒരു ഫ്ലാറ്റിൽ. പ്രഭു ചവള അവിടെ നിന്ന് രമേശിൻ്റെ ഫോണിൽ എന്നെ വിളിച്ചു. ജേക്കബ്, വാട്ട് ആർ യു ഡൂയിങ് ദെയർ, വെർ ആർ യു? ഞാൻ പറഞ്ഞു ഐ എം അറ്റ് ഹോം. പ്രഭു ചവള ഹിയർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതായി, ഞാൻ വിഷമിച്ചു പോയി. കാരണം ഇത്ര വലിയ പത്രാധിപരല്ലേ പ്രഭു ചവള എന്നൊക്കെ പറഞ്ഞാൽ ഇന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ പത്രാധിപന്മാരിൽ ഒരാളാണ്. വൈ ഡോണ്ട് യു കം ഹിയർ, ഐ എം അറ്റ് രമേഷ് ഹൗസ്, കം. അപ്പം ഞാൻ ചെന്ന് സംസാരിച്ചു. അപ്പോൾ വെൻ ക്യാൻ യു ജോയിൻ ഇന്ത്യ ടുഡേ? ഞാൻ പറഞ്ഞു എനിക്ക് ജോയിനിങ് ടൈം ഇത്ര ദിവസം മതി, ഞാൻ ജോയിൻ ചെയ്യാം. ക്യാൻ യു ജോയിൻ ഓൺ January 1st? 1990 January 1. ഞാൻ പറഞ്ഞു ഐ വിൽ ബി ഹാപ്പി ടു ജോയിൻ ദാറ്റ് ഡേ ബിക്കോസ് ദാറ്റ്സ് മൈ ബർത്ത്ഡേ. January 1. ഓക്കെ,
കയ്യിലിരുന്ന ഓർഡർ എനിക്ക് തരുന്നു. ഞാനങ്ങനെ ജനുവരി 1 മുതൽ മാതൃഭൂമി പോയി. മാതൃഭൂമി അപ്പോഴത്തേക്ക് 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വിട്ടു. ഇവിടുന്ന് ഞാൻ രാജി കൊടുത്തു. എൻ്റെ കൂടെയുള്ളവർക്ക് ടി അരുൺകുമാർ അവർക്കൊക്കെ വലിയ വിഷമമായിരുന്നു. MG രാധാകൃഷ്ണൻ JKB പോകണ്ട, JKB എന്നൊക്കെ രാധാകൃഷ്ണൻ പറയുന്നുണ്ട്. പോകണ്ട, അവർ ചിലപ്പോൾ ഇന്ത്യയിലൂടെ കയറി നിർത്തിയിട്ട് പോയാലോ, ജോലി പോകും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു സാരമില്ല, ഏതായാലും ഞാൻ തീരുമാനിച്ചു ഇന്ത്യയിലൂടെ പോകാൻ, മലയാള എഡിഷൻ നോക്കാം. അങ്ങനെ ഞാൻ ഇന്ത്യ ടുഡേ ലേഖകനായി വീണ്ടും മദ്രാസിൽ പോയി എൻ്റെ അവസാനത്തെ ബാഗുകളും ഒക്കെ എടുത്ത് തിരിച്ചു വന്നു. അതിനിടയ്ക്ക് 83 ഞാൻ കല്യാണം കഴിച്ചു. എൻ്റെ ഭാര്യ ജാനീസ് ജേക്കബ്. ഒരു മകൻ അന്നേരം ഉണ്ടായിരുന്നു, ശ്യാം ജേക്കബ്. രണ്ടാമൻ പിന്നീട് ഇന്ത്യ ടുഡേ കാലത്താണ് ഉണ്ടായത്, പ്രേം ജേക്കബ്. ശ്യാം, പ്രേം രണ്ടുപേരും അഭിനയത്തിലാണ്. പ്രേം ജേക്കബ് ഇപ്പോഴൊരു തമിഴിൽ ഒരു തെലുങ്ക് സീരിയലിലായിരുന്നു ആദ്യം. ഇപ്പോൾ ഒരു തമിഴിൽ പ്രധാനപ്പെട്ട സീരിയൽ താരമാണ്. അത്യാവശ്യം താരപദവിയൊക്കെ ഉണ്ട് തമിഴ്നാട്ടിലും തമിഴ് ഭാഷയിലും. തെലുങ്കിലും അറിയപ്പെടുന്നയാളാണ്. അവന് ഒരു 1.5 വർഷം മുമ്പ് കല്യാണം കഴിച്ചു. അതൊരു ചലച്ചിത്ര നടിയാണ്, മലയാളത്തിലെ സ്വാസിക എന്നാണ് പേര്. അവർ ഇപ്പോഴും മിക്കവാറും സ്വാസിക ഇപ്പം തമിഴ് സിനിമകളിലാണ് അഭിനയിക്കുന്നത്. അവർ കൂടുതലും തമിഴ്നാട്ടിൽ തന്നെയാണ്, മദ്രാസിലാണ് താമസം. ഇടയ്ക്ക് വരും, വന്ന് മിക്കവാറും 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വരും, വന്ന് ഇവിടെ ഇറങ്ങും. അവരുടെ വീട്, സ്വാസികയുടെ വീട് മൂവാറ്റുപുഴയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ടുഡേയിലെ ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഒരു വലിയ ഘട്ടമാണ്. കാരണം വേറൊരു പ്രൊഫഷണലിസത്തിൻ്റെ വഴി അവിടെയാണ്. നമ്മൾ കൊടുക്കുന്ന വാർത്തകൾ, ആ വാർത്തകളുടെ കൂടെ നല്ല ഫോട്ടോ വേണം. ശങ്കറായിരുന്നു ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ. സാധാരണ തിരുവനന്തപുരത്തുണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട ആളാണ് ശങ്കർ. എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരും. ഇപ്പം ഇന്ത്യ ടുഡേയിലെ സുഖം എന്ന് വെച്ചാൽ അവർക്ക് നമുക്ക് എഡിറ്റോറിയൽ ഡ്രിവണാണ് ആ പത്രത്തിൻ്റെ മാനേജ്മെൻറ്റ്. അരുൺപുരി പത്രാധിപരിലെ ചീഫ് എഡിറ്റർ, അദ്ദേഹത്തിൻ്റെതാണ് സ്ഥാപനം ഇന്ത്യ ടുഡേ. ഇന്ത്യ ടുഡേ എന്ന് പറഞ്ഞാൽ വലിയൊരു സാമ്രാജ്യമാണ്, വലിയ വരുമാനമുള്ള, പരസ്യ വരുമാനം ഏറെയുള്ള ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ഫ്ലാഗ്ഷിപ്പ് സ്ഥാപനം ഇന്ത്യ ടുഡേ ഇംഗ്ലീഷാണ്. അതിനകത്ത് പരസ്യത്തിൻ്റെ വരുമാനവും ഭയങ്കരമാണ്. അതനുസരിച്ച് ഞങ്ങളുടെ ശമ്പളം ഉള്ളത് പറയാമല്ലോ, മാതൃഭൂമി കിട്ടിയതിനേക്കാൾ ഇരട്ടിയിലേറെ ശമ്പളമാണ് ഇന്ത്യ ടുഡേയിൽ. അതിനേക്കാട്ടിലപ്പുറത്താണ് നമ്മുടെ കൂടെ കിട്ടുന്ന പെർക്സ് കാര്യങ്ങളെല്ലാം. അങ്ങനെ ഞാൻ ആസ്വദിച്ച് ജോലി ചെയ്തു. ആഴ്ചയിൽ ഒരിക്കൽ മതി. മാതൃഭൂമിയിലാണെങ്കിൽ ദിവസവും വൈകുന്നേരം ഡെഡ് ലൈൻ ഇങ്ങനെ പണിയെടുക്കും. ഇതങ്ങനെയല്ല, കുറച്ചും കൂടെ നമുക്ക് ഓരോ വിഷയവും പഠിക്കാൻ. VS അച്യുതാനന്ദനാണെന്ന് CPM സെക്രട്ടറി. പിന്നീട് 80, 90, 91 K. കരുണാകരൻ മുഖ്യമന്ത്രി. സംഭവ ബഹുലമാണ് കോൺഗ്രസ്. AI വഴക്കുകൾ ഇങ്ങനെ രൂക്ഷമാവുന്നു. 91 മുഖ്യമന്ത്രി K. കരുണാകരൻ വീണ്ടും അധികാരത്തിൽ. നായനാർ ഗവൺമെൻറ് കഴിയുന്നു. രാഷ്ട്രീയം നല്ല രസം. ഇന്ത്യ ടുഡേ നല്ല ചൂടുള്ള സാധനങ്ങൾ കിട്ടും. എനിക്ക് വ്യക്തിപരമായിട്ട് K. കരുണാകരനാണെങ്കിലും VS അച്യുതാനന്ദനാണെങ്കിലും, VSൻ്റെ അടുത്ത് ഞാൻ എന്നും പോകും. മാതൃഭൂമി കാലത്ത് തന്നെ VSുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ഇന്ത്യ ടുഡേയിലായപ്പോഴത്തേക്ക് ആ ബന്ധം കൂടി. പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം. 91 കോഴിക്കോട്ട് CPMൻ്റെ സംസ്ഥാന സമ്മേളനം. VSൻ്റെ സ്ഥാനം പോവുകയാണ് അവിടെ. EMS നമ്പൂതിരിപ്പാട് ഒരു വളരെ തന്ത്രപരമായൊരു നീക്കത്തിലൂടെ ഒരു 10-15 പേരെ കൂടി സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എടുത്തിട്ട് വളരെ പ്രതീക്ഷയോടെ വീണ്ടും സെക്രട്ടറി ആകാൻ ഒരുങ്ങിയിരുന്ന VSൻ്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചും കൊണ്ട് K. നായനാരെ പാർട്ടി സെക്രട്ടറിയാക്കി. ഞാനിപ്പം ഗസ്റ്റ് ഹൗസിൽ ഉണ്ട്. ഞാനിവിടെ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാനവിടെയുണ്ട്. കോഴിക്കോട്ട് ഗസ്റ്റ് ഹൗസിൽ ഞാനും താമസിക്കുന്നുണ്ട്. അവിടെയാണോ എവിടെ? ഞാനിപ്പം ഗസ്റ്റ് ഹൗസ് ചെന്നപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് സമ്മേളനത്തിൻ്റെ അവിടുന്ന് K. നായനാർ ഊണ് കഴിക്കാൻ വേണ്ടി ഗസ്റ്റ് ഹൗസ് വരുന്നു. പ്രതിപക്ഷ നേതാവാണ്. ഞാൻ ചെന്ന് സഹാവേ കൺഗ്രാലേഷൻസ്, എന്നെ വലിയ ഇഷ്ടമാണ് K. നായനാർക്ക്, ഭയങ്കര കാര്യമാണ്.
കൈ കൊടുക്കുന്നു. കൈയൊന്നും തരുന്നില്ല പുള്ളി. വേണ്ടടോ, എനിക്കൊന്നും വേണ്ടടോ, എനിക്കൊന്നും വയ്യടോ, എനിക്ക് മറ്റേതായിരുന്നു ഇഷ്ടം. പ്രതിപക്ഷ നേതാവ് അവിടെ വലിയ ജോലിയില്ലല്ലോ, പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചാലൊക്കെ മതിയല്ലോ. ഇവിടെ പാർട്ടി പണിയെടുക്കണം. പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നല്ലപോലെ പണിയെടുക്കണം. അല്ല, അദ്ദേഹത്തിന് കഴിയത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് കഴിയും. പക്ഷേ അവിടെ ഇരുന്ന് അതിൻ്റെ ഒരു സുഖം. VS ഒന്നുമില്ലാതായിപ്പോയി. പിന്നീട് VS കൽക്കട്ടയിൽ പോകുന്നു. അവിടെ വെച്ച് ജ്യോതി ബസുവിനെ കാണുന്നു. വീണ്ടും അദ്ദേഹത്തിന് തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരണം, സജീവ രാഷ്ട്രീയത്തിലേക്ക് വരണം. പോളിറ്റ് ബ്യൂറോയിൽ ജ്യോതി ബസുവിൻ്റെ ഇടപെടലിൽ കൊണ്ടാവണം VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവാകും. അപ്പോഴും ഞാൻ VSമായിട്ട് വലിയ ലോഹ്യത്തിലാണ്. 96 പിണറായി വിജയൻ വിദ്യുത് ശക്തി മന്ത്രിയാവുന്നു. ആ സമയത്താണ് ഞാൻ എല്ലാ സമയത്തും ഞാൻ കണ്ണൂരിൽ പോകും. അവിടെ വെച്ചാണ് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായൊരു സ്റ്റോറി ഉണ്ടാക്കിയിട്ടത്. ഞാൻ വിചാരിച്ചു ഈ ബോംബിൻ്റെ പുറകെ നടന്നു. എനിക്ക് ഒത്തിരി ബന്ധങ്ങളൊക്കെ ഉണ്ട് കണ്ണൂർ. എനിക്ക് വഴികളറിയാം. താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഉൾനാടുകളിലേക്കൊക്കെ പോയാൽ നല്ല ആഹാരം കിട്ടുന്നത് എവിടെയുണ്ടെന്ന് അതുവരെ എനിക്കറിയാം. കൊച്ചു നാടൻ ഹോട്ടലുകളിൽ എന്ത് നല്ല ചോറ് കിട്ടുന്ന സ്ഥലം, അങ്ങനത്തെ ഏരിയകളൊക്കെ എനിക്കറിയാം. പോകുന്ന വഴിക്ക് ഇന്നടത്ത് പോയാൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ലൊരു വീട് കിട്ടും. അപ്പം ഞാൻ ശങ്കറുണ്ട് കാരണത്ത് അവിടുത്തെ ലോക്കൽ ടാക്സി ആയിരിക്കും. അതാണ് എൻ്റെ ജീവിതത്തിലൊരു ദിവസം ഞാൻ ബോംബുണ്ടാക്കുന്നവരെ കണ്ടു. നമ്മുടെ ജീവിതത്തിലെ ഞാൻ പേടിച്ച് വിറച്ച എന്തും സംഭവിക്കാവുന്ന സമയം. സാർ വന്നാൽ മതി. ഞാൻ സമയം നിശ്ചയിച്ചു. ഇങ്ങോട്ട് പോന്നു, തിരിച്ചു പോന്നു. ഞാനപ്പോൾ അവരുമായിട്ടൊക്കെ ബന്ധത്തിലൊക്കെ ആയി. വീണ്ടും ചെല്ലുന്നു. കണ്ണൂരിലെ കവിതാ ഹോട്ടൽ, അവിടെയാണ് ഞാൻ മുറിയെടുക്കുന്നത്. ശങ്കർ എൻ്റെ ഫോട്ടോഗ്രാഫർ, അദ്ദേഹവും അവിടെയുണ്ട്. ഞങ്ങൾ അവിടെ നിന്നു. അപ്പോൾ അന്ന് വൈകുന്നേരം ബോംബുണ്ടാക്കുന്നിടത്ത് പോകാൻ തീരുമാനിക്കുകയാണ്. തലേ ദിവസം രാത്രി ഞങ്ങളെല്ലാം കൂടി ഇരിക്കുന്നു. അപ്പോൾ ഒരാൾ, അതിൽ പ്രധാനപ്പെട്ട ആൾ മുറി വന്നു. എന്നോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് എങ്ങനെയാണ് ബോംബ് ഉണ്ടാക്കുന്നത്, ഇതിലെ ശക്തി കൂടിയ ബോംബ്, ശബ്ദം മാത്രം കേൾക്കണമെങ്കിൽ അതനുസരിച്ചുള്ള ബോംബ്, ഇതെങ്ങനെയാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. ഞങ്ങളിതും കൊണ്ട് സാറേ ഒരു ബുള്ളറ്റ് ഒരാൾ ഓടിക്കും, ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ 2 ബോംബുമായിട്ട് ഇങ്ങനെ പുറകിലിരിക്കും. അങ്ങനെ അനങ്ങിക്കൂടാ. ബുള്ളറ്റ് ആകുമ്പോൾ വലിയ കുലുക്കം വരത്തില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് പോകുന്നത്. സൂക്ഷിച്ച് ഈ ബോംബും കൊണ്ട് ഞങ്ങളങ്ങ് കാട്ടിനകത്ത് പോവും. കാട്ടിൻ്റെ അകത്ത് പോയിട്ട് പാറയിൽ എറിയും. എന്താ സാറേ ആ ശബ്ദം കേൾക്കണം. നമ്മുടെ കാത് പൊട്ടിപ്പോവും. നമ്മളങ്ങോട്ട് എറിയുന്നു, ടക്കോന്നങ്ങ് പൊട്ടുക. നമ്മളൊക്കെ പേടിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ എറിയുന്ന ബോംബ്, നമ്മൾ തന്നെ ഉണ്ടാക്കിയ ബോംബ്. എന്നിട്ട് 2 ബോംബും കൊള്ളാം എന്ന് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റായി. എന്നിട്ട് ഇങ്ങനെയാണ് ഇതേ രീതിയിൽ ബാക്കി ബോംബുകൾ ഉണ്ടാക്കും. ശരി, അപ്പോൾ നമുക്ക് എപ്പോഴാണ് ബോംബ് ഉണ്ടാക്കുന്നിടത്ത് പോകുന്നേ? നാളെ വൈകുന്നേരം സാറേ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പതിവായിട്ട് വിളിക്കുന്ന ചില കാറുകളൊക്കെ ഉണ്ട്. അപ്പം കണ്ണൂർ എൻ്റെ ഒരു കേന്ദ്രമാണ് ഇന്ത്യ ടുഡേ. അവിടെ ഈ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകം നടക്കുമ്പോൾ ഞാനവിടെ ചെല്ലും, നമ്മൾ റിപ്പോർട്ട് എഴുതും. അപ്പോൾ എനിക്ക് പതിവ് അവിടെ ഇങ്ങനെ അങ്ങോട്ട് കാസർഗോഡ് അവിടെയൊക്കെ ഒത്തിരി സ്റ്റോറികളുണ്ട് ഇന്ത്യ ടുഡേക്ക് പറ്റിയ. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഒരു ടാക്സിക്കാരനോട് പറഞ്ഞു, ചെറുപ്പക്കാരൻ, പ്രധാനപ്പെട്ട സംഭവം ഉണ്ടെന്ന് രാത്രി, റിസ്ക്കാണ്, ഞാൻ ഏതായാലും പോവും, ധൈര്യം ഉണ്ടെങ്കിൽ വരണം. ഞാൻ വരാം സാറേ, അവൻ എൻ്റെ കൂടെ സാറ് ഉണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും ശങ്കറും വൈകുന്നേരം കാറ് വന്ന് റെഡി. തലേ ദിവസം വന്നപ്പോൾ ഉണ്ടല്ലോ, മറ്റേ ബോംബിൻ്റെ ആൾ വന്നപ്പം ഇവന് എഴുന്നേറ്റിപ്പം മുണ്ട് ഇങ്ങനെ ഉടുത്തപ്പോഴത്തേക്കുണ്ടല്ലോ എളിയിലൊരു പിസ്റ്റലേ താഴെ പോയി. ജോൺ ചെറിച്ചിപ്പന്മാരൊക്കെ മാരക ജീവികളാ, ഡെഡ്ലി പീപ്പിൾ.
അയ്യോ സാറേ ഇവനെടുത്ത് എളിക്കുത്തി. ഞാൻ പേടിച്ചു പോയി. ഞാൻ ഇതും കൊണ്ട് തന്നെ നടക്കുന്നേ. സാറേ ഇതില്ലാതെ നടക്കാൻ പറ്റത്തില്ല, ഏത് നിമിഷവും ഞങ്ങളെ കൊല്ലും. ഒരു സിനിമയ്ക്ക് പോയിട്ട് അത്ര കാലമായെന്നറിയാമോ സാറേ? ഞങ്ങൾ സിനിമയ്ക്ക് പോയാൽ അവർ നോക്കിയിരിക്കും, ഇറങ്ങുമ്പോൾ നമ്മളെ കൊല്ലും. അതുകൊണ്ട് ഞങ്ങൾ സിനിമയ്ക്കൊന്നും പോവുകയില്ല. ഇങ്ങനെ അപ്പോൾ ഇവൻ പിറ്റേ ദിവസം ഇവൻ തന്നെ വന്നു എൻ്റെ മുറിയിൽ. അപ്പോൾ സാറേ നമുക്ക് പോകാം. ഞാൻ പറഞ്ഞു കാറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കാറെന്തിനെ? അവൻ ചോദിക്കുക, നമുക്ക് പോകണ്ടേ? ഞാൻ വിചാരിച്ച് കാട്ടിലൊക്കെ അല്ലേ പോകണ്ടേ? ഞാൻ വിചാരിച്ച് ഈ വളരെ രഹസ്യമായ സ്ഥലത്തല്ലേ. വേണ്ട സാറേ, ഇവിടെ തന്നെയുണ്ട്, വാ നടന്നു പോവാം. ഞാനാകെ നിരാശനായി. കണ്ണൂരേ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ, ബോംബ്. ഓ ഇതൊക്കെ പ്രസിദ്ധീകരിക്കുമല്ലേ. ഞാനിത് ആരോടും പറയാതിരിക്കുകയായിരുന്നു അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ള സംഭവം, എങ്ങനെയാണ് ഞാൻ ആ സ്റ്റോറി ഉണ്ടാക്കിയതെന്നുള്ളത്. ഇത് ഞാൻ പിന്നെ താഴെ ഇറങ്ങിച്ചെന്ന് കാറുകാരോട് പറഞ്ഞു, അത് ഇന്നത്തേക്ക് മാറ്റി വെച്ച് കേട്ടോ, ഇന്നില്ല, നാളെ മറ്റന്നാളോ ആയിരിക്കും, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട്. അയാൾ കുഴപ്പമൊന്നുമില്ല, അയാളെ എൻ്റെ എപ്പോഴും വിളിക്കുന്നത്, നമ്മളൊരു പതിവ് കസ്റ്റമറാണ് അയാളുടെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പോയി ഞാൻ തിരിച്ചു വന്നപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോഴത്തേക്ക് മണി 7, 8, 8:30, 9 ആവുന്നു. ശങ്കരനോട് പറഞ്ഞു, സാറേ ധൈര്യമായിട്ടിരുന്നു, എൻ്റെ കൂടെ വന്നാൽ മതി. എവിടെയാണെന്ന് ഇനി എന്നോട് ചോദിക്കരുത്, ഞാൻ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നതല്ല. പറയാം, സംഭവം പറയാം, ഈ സാഹചര്യം എവിടെയാണ് സംഭവിച്ചതെന്ന് എന്നോട് ചോദിക്കരുത്. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. എന്നെ ഒരു കെട്ടിടത്തിൽ കൊണ്ടുപോയി, അതിൻ്റെ മുകളിലത്തെ നില, അവിടെ ഇരുത്തി. ഒരു യുവാവ്, അവൻ എറണാകുളത്തിനൊരു വലിയ വീട്ടിലെയാ, കണ്ടാലറിയാം, നല്ല മിടുക്കനായ ഒരു യുവാവ്, 30 വയസ്സ് വരും. 2 ബോംബുമായിട്ട്, ഇത്രയും ഉണ്ട് ബോംബെ, 2 ബോംബുമായിട്ട് പതുക്കെ ഇങ്ങോട്ട് കയറി വരുന്നു. ഇങ്ങനെ ചേർത്ത് വെച്ച് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വെക്കുന്ന മാതിരിയാണ്. എന്നിട്ട് അവൻ മുട്ടയെ കുനിഞ്ഞിരുന്നു, ഒരെണ്ണം എടുത്ത് താഴെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നത് സൂക്ഷിച്ച്, മറ്റേതെടുത്ത് ഇങ്ങനെ വെക്കുന്നു. അങ്ങനെ നോക്കി കുറേശ്ശെ കഴിഞ്ഞപ്പോഴത്തേക്ക് 10-15 ബോംബ് ഇങ്ങനെ നിരത്തി വെച്ച് താഴെ ഭിത്തിയോട് ചേർന്ന്, ഇങ്ങനെ ഭിത്തിയോട് ചേർന്ന്. ഞാൻ പറഞ്ഞു, ബോംബ് കൊള്ളാം, പക്ഷേ ഇത് പോരാ, ഇച്ചിരൂടെ ആയുധങ്ങളും കൂടെ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് സാറേ. പിന്നെ നോക്കിയപ്പം വടിവാള്, കത്തി, എന്തൊക്കെ സാധനങ്ങളാപ്പാ ഒക്കെ കൊണ്ടിരുന്നു. എല്ലാം അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ചു. അപ്പം ശങ്കർ ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡിയായി. അപ്പോഴെൻ്റെ മുറിയിൽ എൻ്റെ കൂടെ വന്ന അപ്പോഴത്തേക്കൊരു 3-4 പേരായി ചുറ്റും. സാറേ സൂക്ഷിക്കണേ. എന്താ? അല്ല, ലെൻസൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണോ? അതെ. അല്ല സാറേ, എങ്ങനും താഴെ പോയാലേ, ശങ്കർ ചോദിച്ച് താഴെ പോയാലേ? സാറേ താഴെ പോയാലേ നമ്മളൊക്കെ ഉമിക്കിരി പോലെ ഇവിടെ കിടക്കും. 10-14 ബോംബെ എൻ്റെ തൊട്ട് മുമ്പ് ഇരിക്കുക. ശങ്കർ വിറച്ചുപോയി ശരിക്കും. അയ്യോ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഭയങ്കരമല്ലേ. നമുക്ക് ഒരു വശത്ത് നമ്മുടെ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, ഒരു പത്രപ്രവർത്തകൻ നമുക്ക് കിട്ടുന്ന അസാധ്യമായൊരു സ്റ്റോറി, മറുവശത്ത് നമ്മുടെ ജീവിതം ഒരു നിമിഷം, ഒരു സെക്കൻഡ് മതി, ഒരു പിശക് ആർക്കെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ കത്തി അമർന്നു. പിന്നെ ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല, ചോദിക്കാനും പറയാനും നമ്മളാരും ഇല്ല. അത് അവർക്കറിയാം നമ്മളെ കാട്ടിൽ. അതുകൊണ്ട് പറഞ്ഞു, സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം, ഈ ഒരു ഡിസ്റ്റൻസിലേ നിൽക്കാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നിന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ ഫോട്ടോയ്ക്ക് അപ്പോൾ ഒരു ജീവൻ വേണമെങ്കിൽ ഒരു മനുഷ്യൻ കൂടെ വേണം. അപ്പം ഞാൻ പറഞ്ഞു, ഇത് കൊണ്ടുവന്ന ഒരാളുണ്ടേ, ഒരു തമിഴൻ്റെ ലുക്കുള്ള ഒരാൾ, ഒരു ബനിയനും
ഒരു കൈലിമുണ്ടുമാണ് ഉടുത്തിരുന്നത്. അയാളുടെ തോളത്തൊരു തോർത്തുണ്ട്. ഞാൻ പറഞ്ഞു അയാളെ ഒന്ന് നിർത്താമോ, അതിൻ്റെ അകത്തൊരു ഫോട്ടോയ്ക്കൊരു ഇത് ഒരു ഇങ്ങനെ കൈ കൊണ്ടെടുക്കുന്ന ഒരു ഫോട്ടോ, ഒരു ആക്ഷൻ ഫോട്ടോ വേണമല്ലോ, ഇങ്ങനെ ബോംബ് അടുക്കി വയ്ക്കുന്ന ഒരു പടം. അവനെ ഇരുത്താമെന്ന് പറഞ്ഞു. അവനിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു മുഖമൊന്നും കാണണ്ട, തോർത്തെടുത്ത് മുഖം അങ്ങ് മൂടിക്കെട്ടിക്കാൻ. അങ്ങനെ അവൻ തോർത്തെടുത്ത് മുഖം മൂടിക്കെട്ടി ഫോട്ടോ എടുത്തു. ഞങ്ങളെ കഥകളും മുഴുക്കുകയും ബോംബുകളുടെ സ്റ്റോറിയാണ് ഇന്ത്യ ടുഡേ മലയാളം എഡിഷനിൽ. അന്ന് കണ്ണൂരിലെന്നല്ല കേരളം മുഴുക്കി അതെങ്ങനെ വിറ്റഴിഞ്ഞു. കണ്ണൂരിലൊക്കെ ന്യൂസ് പേപ്പർ ഏജൻറ്റുമാരെ ഇന്ത്യ ടുഡേ ഇങ്ങനെ കെട്ടുകെട്ടായിട്ട് മുന്നിലെ കടയുടെ മുമ്പിൽ സ്റ്റൂളിൽ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുക. ആൾക്കാർ വരുന്നവരെല്ലാം മേടിച്ചുകൊണ്ട് പോവാണ്. നമ്മൾ ഈ മീൻ കടയിൽ നിന്ന് മീൻ മേടിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് ഇന്ത്യ ടുഡേ മേടിച്ചുകൊണ്ട് പോകുന്നത് കണ്ണൂർ പ്രദേശത്ത്, ആ പ്രദേശത്തൊക്കെ. അതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു ഭയങ്കര എക്സ്പ്ലോസീവായിട്ടുള്ള ഒരു സ്റ്റോറി. അത് കേരളത്തിൽ ഇങ്ങനെ നിയമസഭയിലൊക്കെ പലതവണ ചർച്ചയായിട്ടുണ്ട്. ഞാൻ അതിനകത്തൊന്നും ഇടപെട്ടിട്ടില്ല, ഇപ്പോഴും ഞാൻ ഇടപെടുന്നില്ല. അത് അന്നത്തെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോറിയായിട്ട് തന്നെ ഞാൻ അഭിമാനത്തോടെ ഇന്നും ഓർക്കുന്നു. പക്ഷേ അതിലെ കഥാപാത്രങ്ങളോ, അതിലെ ഒരു ആൾ ഇപ്പോഴും ഞാനുമായിട്ട് നല്ല സൗഹൃദത്തിലാണ്. എനിക്ക് രാഷ്ട്രീയത്തിൽ നല്ല ബന്ധമുണ്ട്. അയാളുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, അയാളുടെ വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അയാൾ ഇപ്പോഴും ഞാനയുടെ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ ടുഡേ ഞാൻ രാജിവെച്ചു. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് റിപ്പോർട്ടിങ് ചെറുപ്പക്കാർക്ക് വേണം എന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് ഞാൻ പതുക്കെ രാജിവെച്ചു. പിന്നീട് ഒരു മലയാളം ടെലിവിഷൻ ചാനൽ ദുബായിൽ നിന്ന് തുടങ്ങി. അതിൻ്റെ എഡിറ്ററായിട്ട് എന്നെ വിളിച്ചു. പക്ഷേ അധികം കാലം അത് മുന്നോട്ട് പോയില്ല. പിന്നെ ഞാൻ വന്നു. പിന്നീട് 2004 ആണ് ഞാൻ രാജിവെക്കുന്നത് ഇന്ത്യ ടുഡേയിൽ നിന്ന്. അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിലെ സമി ലാബ്സ് എന്നൊരു ഗ്ലോബൽ കമ്പനിയുണ്ട്. അമേരിക്കയിലാണ് അതിൻ്റെ കേന്ദ്രം. അതിൻ്റെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ വൈസ് പ്രസിഡൻ്റായിട്ട് ചേർന്നു. 4.5 കൊല്ലം ബാംഗ്ലൂരിലെ ജീവിതം നല്ല രസമായിരുന്നു. അത് ഒരു പുതിയ മേഖല. ഞാൻ ഒത്തിരിയും കാര്യങ്ങൾ പുതിയ രംഗത്തൊക്കെ പഠിച്ചു. കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ സാധ്യതകൾ. ഞാൻ കാര്യവട്ടത്ത് പഠിച്ചത് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനാണ്. ഇത് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ചില സാങ്കേതിക വശങ്ങൾ ഞാൻ അവിടെ നിന്ന് പഠിച്ചു. രസകരമായ ഒരു വിഷയമായിരുന്നു അത്. കുറേ പുസ്തകങ്ങൾ വായിക്കാൻ കഴിഞ്ഞു. കുറേ സ്റ്റോറികൾ അവർക്ക് വേണ്ടി തയ്യാറാക്കി. ഡോക്ടർ മുഹമ്മദ് മജീദ് ആയിരുന്നു അതിൻ്റെ സ്ഥാപകനും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും എല്ലാം. ഒരു വലിയ ഒരു പ്രഗത്ഭനായ ഒരു സംരംഭകൻ ആയിരുന്നു അദ്ദേഹം. ന്യൂട്രസ്യൂട്ടിക്കൽസ്, കോസ്മസ്യൂട്ടിക്കൽസ് എന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞൾ, അതിൻ്റെ അകത്തെ ആ ആക്റ്റീവ് മോളിക്യൂളിൽ വേർതിരിച്ചെടുക്കുന്ന വലിയ ശാസ്ത്രത്തിൻ്റെ അങ്ങേ അറ്റത്തെ ചില മുന്നേറ്റങ്ങളായിരുന്നു അത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടാക്കുന്ന പ്രയോജനങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് മഞ്ഞളിൻ്റെ ഈ ആക്റ്റീവ് മോളിക്യൂളിൻ്റെ പേര് കുർക്കുമിൻ. കുർക്കുമിൻ്റെ തന്നെ വകഭേദങ്ങൾ ഏറെയുണ്ട്. കുർക്കുമിൻ C3 കോംപ്ലക്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വൈറ്റ് കുർക്കുമിൻ. അപ്പോഴേ ഞാനിന്ന് മലയാള മനോരമ തോമസ് ജേക്കബ്സനോട് പറഞ്ഞിട്ട് ഡോക്ടർ മജീദിനെ കുറിച്ച് ഒരു ഫുൾ പേജ് ആർട്ടിക്കിൾ അവർ ഇട്ടു. മഞ്ഞൾ വെളുപ്പിച്ച മലയാളി എന്നും പറഞ്ഞിട്ട് ഡോക്ടർ മജീദിൻ്റെ വലിയ ഫോട്ടോ സഹിതം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ജോലി എനിക്ക് പിടിച്ചില്ല. തിരിച്ചു പോന്നു. ഇപ്പം ഞാനിങ്ങനെ കുറേ കാലമായിട്ട് തിരുവനന്തപുരത്തുണ്ട്. നമ്മുടെ പത്രപ്രവർത്തനം, മാധ്യമപ്രവർത്തനം എന്ന നിലയ്ക്ക് ഞാൻ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഒരു ഘട്ടത്തിലെ ടോറസ് കമ്പനി എന്നോട് പറഞ്ഞു അവരുടെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ നോക്കാൻ. അങ്ങനെ 3-4 വർഷം ഞാൻ നോക്കി. നല്ല ശമ്പളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് റിലയൻസ് ജിയോ തുടങ്ങുമായിരുന്നു. അത് തുടങ്ങിയപ്പോൾ അവരെന്നോട് പറഞ്ഞു താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇതൊന്ന് ശരിയാക്കുക. അവർക്ക് ഈ ടവർ കിട്ടുമ്പോഴത്തേക്ക് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുന്നു, അതൊരു വലിയ സാമൂഹിക പ്രശ്നമാണ്, ഞങ്ങളെ ഒന്ന് പരിഹരിക്കാമോ എന്ന് ചോദിച്ചു. ആദ്യം ഞാൻ ഏറ്റു.
ഇത് ഒരു രണ്ട് വർഷം അത് നടത്തി, 2.5 വർഷത്തോളം അത് നടത്തി. ആ സമയത്ത് തന്നെ ടെലിവിഷൻ ചാനലുകളിൽ ഇങ്ങനെ വളർന്നു വരുന്ന സമയമാണ്. പലരും എന്നെ വിളിച്ചു. കൈരളിയിലെ ശരത് ആണ് പ്രധാനമായിട്ടും, പിന്നീട് മാതൃഭൂമി വേണു ബാലകൃഷ്ണൻ, വേണു ഞാനുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായി. വേണു പ്രധാനപ്പെട്ട ചർച്ചകൾ വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എന്നെ വിളിക്കും. അതിലൊന്ന് KM എബ്രഹാമിനെതിരെ ഡോക്ടർ ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ നടത്തിയ അന്വേഷണം, അത് ഒരാക്രമണത്തിലേക്ക് പോകുന്ന പോലെ. ആക്രമണം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഒന്ന് കുരുക്കാനൊക്കെ ശ്രമിക്കുന്നത് മാതിരി. KM എബ്രഹാമും ഞാനുമായിട്ട് യാതൊരു ബന്ധവും പരിചയവും പോലും ഇല്ലായിരുന്നു. കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ അദ്ദേഹത്തുമായിട്ട് നേരിട്ട് ബന്ധമില്ല. പക്ഷെ ഞാൻ ടെലിവിഷൻ ചാനലിൽ KM എബ്രഹാം നീതിമാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വാദിച്ചു. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നിലപാട് എടുത്തിരുന്നില്ല. ആ സമയത്ത് ഞാൻ എൻ്റെ നിലപാട് ഇതുതന്നെയാണ് ഉറപ്പിച്ചു. പക്ഷേ അധികം താമസിക്കാതെ കേരള നിയമസഭയിൽ പിണറായി വിജയൻ KM എബ്രഹാമിൻ്റെ നിലപാടിനെ ശരിവെച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി. അത് KM എബ്രഹാം തുണയായി. പിന്നീട് KM എബ്രഹാം വളരെ വ്യക്തിപരമായിട്ട് വളരെ നല്ല ഒരു മനുഷ്യനാണ്. മിടുക്കനായ പ്രഗത്ഭനായ IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ്, അതേപോലെ അങ്ങേയറ്റത്തെ ധനകാര്യ വിദഗ്ധൻ, അങ്ങേയറ്റത്തെ AI തുടങ്ങിയ വിഷയങ്ങളിൽ ഒരു വലിയ അതുപോലെയുള്ള വിശാലമായ ഡേറ്റ സയൻസസിൻ്റെ ഒക്കെ ഉൾപ്പെടുന്ന വിജ്ഞാന മേഖലയുടെ കേന്ദ്രമാണ് KM എബ്രഹാം, ഡോക്ടർ KM എബ്രഹാം. പിന്നീട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. ഇന്ന് അദ്ദേഹം എൻ്റെ അടുത്ത ഒരു സുഹൃത്താണ്. അങ്ങനെ എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ദിവസം വേണുവിനോട് പറഞ്ഞു, എനിക്കെതിരെ ഇരുന്നയാൾ എന്നോട് ചോദിച്ചു, JK ജോർജ് എന്തിനാ KM എബ്രഹാമിനെ പോലൊരു ഉദ്യോഗസ്ഥന് വേണ്ടി ഇത്ര വാദിക്കുന്നേ? ഞാൻ വേണു എൻ്റെ അടുത്തിരിക്കുന്നു, മറ്റേയാൾ അങ്ങേപ്പുറത്തിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ പത്രവും പേനായും ഉണ്ട് എന്ന് കരുതി ആരുടെയും മേലെ കൂടെ ബുൾഡോസർ ഓടിക്കാമെന്ന് വിചാരിക്കരുത്. ഞാൻ വളരെ ഗൗരവത്തോടുകൂടിയാണ് പറഞ്ഞു. വേണുവിനോടും ഞാൻ പറഞ്ഞു, വേണു നിങ്ങൾ ഈ സ്റ്റുഡിയോയിലിരിക്കുന്നു, നിങ്ങളിവിടുത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദപ്പെട്ട ജോലിക്കാരനാണ്, ചുമതലക്കാരനാണ്. ആ ചുമതല വെച്ചും കൊണ്ട്, ആ സ്ഥാനം വെച്ചും കൊണ്ട്, ക്യാമറ നിങ്ങളുടെ മുമ്പിലാണ്, ഈ സ്റ്റുഡിയോ നിങ്ങളുടെ മുമ്പിലാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ആകാശത്തേക്ക് പോകും എന്ന് കരുതി അത് ഒരു വ്യക്തി നിഷ്കളങ്കനാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. ഞാൻ ചെയ്തിട്ടുണ്ട് വേണു, എൻ്റെ അഭിപ്രായം അതാ. ISRO ചാരക്കേസിൽ ഞാനത് ചെയ്തു വേണു. ISRO ചാരക്കേസിൽ എൻ്റെ എഡിറ്റർ അന്ന് ശേഖർ ഗുപ്തയാണ്. ഞാൻ ശേഖർ ഗുപ്തയുടെ കാര്യം നേരത്തെ പറഞ്ഞില്ല ഇന്ത്യ ടുഡേയിൽ വെച്ച്. പ്രഭു ചവള 2 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ശേഖർ ഗുപ്ത എഡിറ്ററായിട്ട് വന്നു. അയ്യോ, അദ്ദേഹം എന്നെ അങ്ങ് അഴിച്ചു വിട്ടു ശരിക്കും. ശേഖർ ഗുപ്ത എനിക്ക് ശമ്പളം തരുന്നതോ, ശമ്പളം വരുമോ, ഒരു കൊല്ലം ഇൻക്രിമെൻ്റ് ഒത്തിരി ഞാൻ കൂട്ടിത്തരും. എന്നിട്ട് അടുത്ത വർഷം ബോണസ് തരും, പിറ്റത്തെ വർഷം പ്രൊമോഷൻ തരും, ഓരോ വർഷം പ്രൊമോഷൻ തരും, ഓരോ വർഷം വലിയ ബോണസ്, അടുത്ത വർഷം വലിയ പ്രൊമോഷൻ. എന്നിട്ട് ഈ ബോണസ് എല്ലാം കൂടെ തരുന്ന അടുത്ത വർഷം ശമ്പളമാക്കി തരും. അങ്ങനെ ഒരു ഉദാരമായ സമീപനമായിരുന്നു ശേഖർ ഗുപ്തയ്ക്ക് എന്നോട് പറയും. ഞാനപ്പം ആദ്യം ഒന്നും ഈ ISRO ചാരക്കേസ് പത്രങ്ങളെല്ലാം ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എഴുതിയില്ല. അപ്പം എന്നോട് ചോദിക്കും, JK വാട്ട് ഹാപ്പൻ ടു യു, ആർ യു നോട്ട് ഗെറ്റിംഗ് ഇൻ ദി സ്റ്റോറി? ഞാൻ പറഞ്ഞു, അതൊന്നും അല്ല എനിക്ക് വിഷയം. എനിക്കൊരു നല്ല സോഴ്സ് ഇതുവരെയും കിട്ടിയിട്ടില്ല. എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന സോഴ്സിൽ എനിക്ക് വിശ്വാസമില്ല. ഒരു പോലീസുകാരാണ്, ഒരു കള്ളത്തിലാണ് പറയുന്നതെന്തോ എനിക്ക് തോന്നി. സാധാരണ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാം എടുത്തു ചാടണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ എടുത്ത് ചാടുകയും ചെയ്യുന്നയാളാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇതിനകത്ത് ചാടരുത് എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനത് വേണ്ട എന്ന് വെച്ചു. അവസാനം CBI ഉദ്യോഗസ്ഥന്മാർ ഇത് അന്വേഷിച്ചു. ഞാൻ
കൊച്ചി പോയി ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ 3-4 ദിവസം അവരുടെ കൂടെ, രാത്രി പകലൊക്കെ അവർ ജോലി ചെയ്യും, രാത്രി ഞാൻ അവരുടെ കൂടെ ഇരിക്കും. ML ശർമ്മ ജോയിൻറ്റ് ഡയറക്ടർ, പിന്നീട് ഒരു PM നായർ, നേരിങ്കര സ്വദേശിയാണ്, DIGയോ DIGയോ, ഇവർ രണ്ടുപേരും എനിക്ക് കാര്യങ്ങളെല്ലാം ബ്രീഫ് ചെയ്യുന്നു. ഓരോന്നും എനിക്കെല്ലാം അറിയാം, പത്രം വായിക്കുന്നതല്ലേ. ഓരോന്നും ഞാൻ ചോദിക്കുമ്പോഴും അതിന് മറുപടി ഇതാണ് അതിൻ്റെ ന്യായീകരണം. നമ്പി നാരായണനെ കുറ്റവിമുക്തമാക്കിക്കൊണ്ടുള്ള ഓർഡർ വരുമ്പോൾ ഇന്ത്യ ടുഡേയിലെ മലയാളത്തിലെ പ്രധാനപ്പെട്ട സ്റ്റോറി ശേഖർ ഗുപ്തയും ഞാനും കൂടി എഴുതിയതാണ്. ശേഖർ ഗുപ്ത ഒത്തിരി സഹായിച്ചു. നിറം പിടിപ്പിച്ച നുണക്കഥകൾ എന്നാണ് ഇന്ത്യ ടുഡേ മലയാളത്തിൻ്റെ കവർ സ്റ്റോറി. ഇന്ത്യ ടുഡേ ഇംഗ്ലീഷിലും അതേപോലെ ശേഖർ ഗുപ്തയും ഞാനും കൂടി എഴുതിയ സ്റ്റോറിയാണ് വന്നത്. അതാണ് നമ്മൾ ചെയ്തൊരു വലിയ കോൺട്രിബ്യൂഷൻ. ഞാനത് പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ വേണുവിനോട് പറഞ്ഞത് തന്നെയാണ്, വേണു ഞാൻ ചെയ്തിട്ടുണ്ട് വേണു, എനിക്ക് നമ്പിനാരായണൻ ഇന്നത്തെ തെറ്റുകാരനല്ല എന്ന് മനസ്സിലാക്കി ഞാൻ നമ്പിനാരായണൻ്റെ കൂടെ നിന്നു. കേരളത്തിലെ പത്രങ്ങളൊക്കെ നിൽക്കുമ്പോഴും ഞാൻ നിന്നു. ഇന്ത്യ ടുഡേ എൻ്റെ പത്രാധിപർ ശേഖർ ഗുപ്ത എനിക്ക് പൂർണ്ണ പിന്തുണ നൽകി. അതിൽ അഭിമാനമുണ്ട്. അതേ ചെയ്യാവൂ വേണു, ഞാൻ അതേ ചെയ്യത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതാണ് എൻ്റെ വിശ്വാസ പ്രമാണം എന്ന് കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം.